അപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയെന്ന് പറഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് ഈ പ്രൊട്ടക്ഷൻ ഇതിൽ കൂടെ സെൻട്രൽ സ്കൂളിലെ അധ്യാപകനായി 3 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം 3.25 കൊല്ലം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പരാക്രമമാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മദ്രാസിലെ കലാക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അവർ ആനുവൽ ഫങ്ഷൻ ഒരാഴ്ച ഉണ്ടാവും. അതിൽ 2 ദിവസം കഥകളി ഉണ്ടാവും. ആദ്യത്തെ ദിവസം, അവസാനത്തെ ദിവസം. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ. പർവീണ സുൽത്താനാണ് അന്ന് ചെറുപ്പം എന്ന് പറഞ്ഞാൽ ചെറുപ്പം. അതിൻ്റെ ആ കച്ചേരി കണ്ടു. അതേമാതിരി MD രാമനാഥൻ അവിടുത്തെ സ്റ്റാഫാണ്, അയാളുടെ കച്ചേരി. പിന്നെ വോളറ്റി വെങ്കടേശ്വരലോ അങ്ങനെ. പിന്നെ ഹിന്ദുസ്ഥാനി വേറെയും ആരോ, ദ്വാരം വെങ്കടസ്വാമി നായിഡു വീണ. അങ്ങനെ ആ ഒരു അനുഭവം 5-8 ദിവസം പോണതറിയില്ല. തിരിച്ചവരിങ്ങോട്ട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അവരൊരു സംഖ്യ തരും. അത് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഇത്തിരി മെച്ചപ്പെട്ടതായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ. പിന്നെ തിരുവനന്തപുരത്ത് പ്രൊട്ടക്ഷനാണ് ശരിക്കും ഉണ്ടായത്. അപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ ഹൈസ്കൂളിൽ പലരും ധരിച്ചത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സ്കൂളിൽ നിന്നാണ്. സെൻട്രൽ സ്കൂളിൽ നിന്ന് പേര് പറഞ്ഞ സിറ്റിയുടെ സെൻറ്ററാണ്. അതിൻ്റെ അത്രയേ ഉള്ളൂ. പണ്ട് താടകാവധം എഴുതിയുള്ള തമ്പി, എന്ത് തമ്പി, കൃഷ്ണൻ തമ്പി ഒക്കെ ആട്ടക്കുളങ്ങര എന്നവിടെ ഈ ഓല മറിച്ച് ടിക്കറ്റ് വെച്ച് കളിച്ചിട്ടുണ്ട്. അത്ര 10 ദിവസത്തേക്ക് എന്തൊക്കെ. അപ്പോൾ ഈ താടകാവധമൊക്കെ അവിടുന്ന്. പിന്നെ കുഞ്ചുവേശാൻ്റെ താടകാവധം ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ചുവേശാൻ്റെ കുറിപ്പുകളോ അഭിപ്രായങ്ങളോ വേറെ എന്തിനൊക്കെ ഇതിൽ കണ്ടു. വെറും താടകയല്ല, രാക്ഷസ രാജ്ഞി എന്നുള്ള അതിൻ്റെ ആ ഒരു ഇതൊക്കെ കാഴ്ച പറഞ്ഞു. ഞാൻ ചോദിച്ചു വന്നത് എന്താ വെച്ചാൽ, വാസുവേട്ടനും ശ്രീധരേട്ടനും ഈ സെൻട്രൽ സ്കൂളിലെ പ്രൊട്ടക്ഷനിൽ അവിടെ അധ്യാപകരായി ചേർന്നതോടുകൂടി കഥകളി ലോകത്ത്, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ഒരു കഥകളി മേളം എന്ന് പറഞ്ഞാൽ സദനം വാസു, സദനം ശ്രീധരനുമാണ്. അങ്ങനെ ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ കുറേ കാലം നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നു. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ അച്ഛൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിൽ പോയ സമയത്ത് ബാബു പോളിനെ കാണാൻ വേണ്ടി പോയി. ഇപ്പോൾ ഇങ്ങനെ കുമാരനാണ് ഇങ്ങനെ സദനം എന്ന് വെച്ചാൽ സദനം വാസു, സദനം ശ്രീധരൻ അവരുടെയൊക്കെ എന്തെങ്കിലും ആണോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു സദനം വാസും സദനം ശ്രീധരനും സദനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയവരാണ്. ആ സദനത്തിൻ്റെ ഫൗണ്ടർ സെക്രട്ടറിയാണ് ഞാൻ എന്ന് പറഞ്ഞ ഉടനെ ബാബു പോൾ അവിടുന്ന് എണീറ്റിട്ട് അച്ഛൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നാണ്. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. ഇങ്ങനൊരു സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാർ വന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ സെക്രട്ടറിയാണ് അങ്ങ് അറിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ സദനത്തിലേക്ക് വരുന്നതും ഇവിടെ ഒരു ശിലാസ്ഥാപനമൊക്കെ നടത്തിയത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ. അതെ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം കഥകളി മേളം എന്ന് പറഞ്ഞാൽ സദനം വാസു, സദന ശ്രീധരൻ മാത്രമല്ല, വാസുവേട്ടന് നിങ്ങൾക്ക് 2 പേർക്കും ആരെയും അല്ലെങ്കിൽ എന്നേക്കാൾ എനിക്ക് പകരം ഷൈൻ, അങ്ങനെ ഒരു കലാലോകത്ത് ഉണ്ടാവുമല്ലോ ചെറിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു മത്സരം, അതുപോലും ഇല്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കാർത്തിക തിരുനാൾ തിയേറ്റർ ആദ്യമായിട്ട്. അപ്പോൾ ഇവർ ഉണ്ണീഷ്ണനും ശ്രീധരനാശാനും സെപ്റ്റംബറിൽ ചേർന്ന് ഓർഡർ വന്നിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ കലാക്ഷേത്രത്തിൻ്റെ കീഴിൽ 2 മാസം ടൂർ പോയിരിക്കുകയാണ് വിദേശം. അപ്പോൾ എനിക്ക് ഈ ലെറ്ററിൻ്റെ വീട്ടിൽ നിന്ന് ഇദ്ദേഹം അയച്ചു തന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ എംബസിക്ക് മോസ്കോ ഉള്ള ആ ഇതിൽ അയച്ചാൽ മതി. അവർ പെട്ടെന്ന് തപാലുണ്ട്, ഡെയിലി തപാൽ ഫ്ലൈറ്റ് വരുന്നുണ്ട്, പിറ്റേ ദിവസം തന്നെ എനിക്ക് കിട്ടുന്നുള്ളൂ. വെറും എയർ മെയിലൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിങ്ങനെ അംബാസഡർ ഇന്ത്യൻ എംബസി മോസ്കോ, പിറ്റേ ദിവസം എനിക്ക് കത്ത് കിട്ടി. നമ്മളവിടെ 3-ാം ദിവസം ധാരണ കിട്ടും, അത് ഫ്ലൈറ്റ് ഉണ്ടല്ലോ. അങ്ങനെ കത്ത് കിട്ടി. അപ്പോൾ ഈ ടി.പി. ശ്രീനിവാസൻ ഇന്നും കൂടി പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, അംബാസഡറൊക്കെ ആയിരുന്ന, അന്ന് അയാൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന മോസ്കോ എംബസിയിൽ. ഐ.കെ. ഗുജറാൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രകുമാർ ഗുജറാൾ, നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അന്ന് റഷ്യൻ അംബാസഡർ ആയിരുന്നു. ജലം, പഞ്ചാബിലെ ജലം, ആ ജലം ദീക്ഷിച്ചാരൻ, അത് അവിടെ പയ്യന്നൂർക്കാരൻ പൊക്കം ഗോവിന്ദമാരാരെന്ന് പറയും. ആ ഗോവിന്ദമാരാര മകനാണ് രാമൻകുട്ടി. ആ കലാക്ഷേത്ര കൊണ്ട് നടക്കുന്ന ഈ 4 കഥകളിക്കാർ മലയാളികളാണ്. ചന്തുപ്പണിക്കര മകൻ ജനാർദ്ദനൻ, അമ്പുപ്പണിക്കര മകൻ കുഞ്ഞിരാമൻ, അയാളാ ലീഡർ. പിന്നെ കാഞ്ഞങ്ങാട് രസിക ശിരോമണി രാമൻ നായരുടെ മകൻ ബാലഗോപാൽ. പിന്നെ രാമൻകുട്ടി, പയ്യന്നൂർ ഗോവിന്ദമാരാരുടെ മകൻ രാമൻകുട്ടി. ഇവർ ഇത്രയും 4 ആൾക്കാർ ഈ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ അവരെടുക്കുന്നതാണ്. താളത്തിൻ്റെ ഈ കഥകളിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റവർക്ക് ഇതൊക്കെ വന്നിട്ട് മുറിയടந்த താളം ഇട്ടാൽ ബെബേതായി. ഈ കുഞ്ഞിരാമന് താളത്തിരി വലിക്കല്. അപ്പോൾ മുറിയിടത്ത് താളം ഇട്ടാൽ ഇപ്പോഴും മദ്ദളക്കാർ പലരും ആ മദ്ദളക്കാർ ധീ എന്താക്കണം. ആ മദ്ദളത്തിൻ്റെ ശരിക്കുള്ള താങ്ങലില്ലെങ്കിൽ രണ്ടക്കാരന് ഇരട്ട ബുദ്ധിമുട്ടാണ്, ആകെ ബുദ്ധിമുട്ടാണ്. അത് അവർ അവിടെ കൊണ്ടുപോയിട്ട് തകണാദ്ദീന്ന് ആക്കിയാൽ നമ്മൾ തീർച്ചയായും. അല്ല, അത് രണ്ട് എല്ലാം കൂടി ചേർന്ന് എന്തായാലും തിരുവനന്തപുരത്ത് ചെന്ന അന്ന് അല്ല ഇവർ 2 മാസം കഴിഞ്ഞ് ഞാൻ ചെന്ന അന്ന് റഷ്യയിൽ വെച്ചിട്ടാണ് ഒരു കീവ് എന്നൊക്കെ പറയില്ലേ, ആ പ്രത്യേകം എന്തൊക്കെയോ നടക്കണ്ടല്ലോ, ഉസ്ബെക്കിസ്ഥാൻ അതിൻ്റെ തലസ്ഥാനമാണ് കീവ്. ആ കീവിലൊരു ലിഫ്റ്റിൽ വെച്ചിട്ടാണ് ഞാൻ അയ്യപ്പ പണിക്കരെ കാണുന്നത്. അപ്പോൾ ഈ നീ തന്നെ ജനനവും നീ തന്നെ മരണവും സന്ധ്യ ആ വീക്കിലി എൻ്റെ അടുത്തില്ലായിരുന്നു. പക്ഷെ ഇത് മുഴുവൻ എനിക്ക് അന്ന് ബൈഹാർട്ടായിരുന്നു. ഞാൻ ഇതാണ് ചൊല്ലി. ഇത് ആരത്? പണിക്കര് സാറല്ലേ. ഞാൻ 10 ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാം, ഉറപ്പല്ലേ? എനിക്കങ്ങനെയാണ്, ഞാൻ വന്നേ പറ്റൂ, നമ്മൾ കാണാം. ഇത് അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ ഒന്ന് എന്ത് ഒരു ഫംഗ്ഷന് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക വഴിയാണല്ലോ. ഇപ്പോൾ നെടുമുടി വേണമെന്ന് മുടിയും താടിയൊക്കെ വളർത്തില്ല, നെടുമുടി വേണു. അപ്പോൾ അതിൽ മനസ്സിലായില്ലേക്കാം. അതേമാതിരി മൂപ്പര് ഇപ്പുറത്ത് ഒരു അച്ചുകൂടെ അച്ചടിക്കുന്ന അച്ചടി എന്ന് പറയുന്നത് അച്ഛൻ അടിക്കുന്നതുകൊണ്ടാണ് ഇത് അങ്ങനെ അപ്പളേ ഉണ്ടാക്കുന്നതാണ് മറ്റേത്. പക്ഷെ എന്നാലും അദ്ദേഹം എനിക്ക് വലിയ ചെന്ന് മേളപ്പം ക്ലബിൽ പതിവില്ലാത്തതാണ് അത്രത്. അന്ന് വഴി കൊളത്തൂർ മാതൃഭൂമിയുടെ കൊളത്തൂർ വാര്യത്തെ ഒരു വാര്യരാണ് മാതൃഭൂമിയുടെ പ്രതി തിരുവനന്തപുരത്ത്. EMSൻ്റെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്താണ്. എന്തായാലും അദ്ദേഹം ഗംഭീരമായിട്ട് എഴുതി, ഇങ്ങനെ കൈസാധവും മറ്റേ മറിച്ചും അളപ്പവും. അപ്പോൾ രാമകുട്ടി ആശാൻ്റെ ക്രമീരകത്തിലല്ലേ എഴുതിയ. അപ്പം അദ്ദേഹം പറയണത്
കുടുംബാസൂത്രണത്തിന് എൻ്റെ ലളിത കണ്ടാൽ മതി. അങ്ങനെ അല്ല, അത് നിരീക്ഷിച്ചിട്ട് തന്നെ ആവും ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക അല്ലേ. എന്തായാലും വാസോ ഇതിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ ധൈര്യമായിട്ട് വരാലോ. ഇങ്ങനെയുണ്ട് ശ്രീധര, ഈ എന്താടാ ഉറക്കാൻ തോന്നണം. അല്ല നല്ല രസമായിരുന്നു അത്. വാസുവേട്ടന് ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരം ഭാഗത്ത് നിങ്ങൾ കഥകളി നിങ്ങൾ പ്രധാന മേള വിഭാഗത്തിൻ്റെ തലതൊട്ടപ്പന്മാർ എന്ന് തന്നെ പറയട്ടെ, ആയി വിരാജിച്ചിരുന്ന കാലത്തെ വളരെ പ്രഗത്ഭന്മാരായ കൃഷ്ണൻ നായരാശാൻ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടുള്ള അവർക്ക് അരങ്ങത്ത് കൂടുന്നതിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സുഖകരമായ അനുഭവങ്ങൾ പറയാമോ? ഒരനുഭവം പറയാതിരിക്കാൻ പറ്റില്ല. കൃഷ്ണനാരാശാൻ്റെ അദ്ദേഹത്തിന് ആരായാലും എപ്പോഴും കൊട്ടുന്ന കേശവനാണ് ഇത് പറഞ്ഞാലും അല്ല ഒന്നും കൂടി നോക്കാണ്ടിരിക്കുക, എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അദ്ദേഹത്തിന് ഭാർഗവ വിജയം കടറകോട് നാരായണനാരെ അഡ്വക്കേറ്റ് എല്ലാം എഴുതിയതാണ്. അപ്പോൾ അത് അവിടെ കടറകോട് ക്ഷേത്രത്തിൽ ഒരു ഹാളുണ്ട്, അവിടെ വെച്ച് നിർത്തണം. 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം ചെയ്ത ആളാണ്. 21 വട്ടവും കാണിക്കും. അയ്യോ, കൊട്ടിയിട്ടങ്ങോട്ട് ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ഒരു 10-15 വട്ടം എന്തായാലും കാണിച്ചിട്ടുണ്ട്. കൃഷ്ണനാരായണന് ഒരു ക്ഷീണമില്ലാന്ന്. ഈ കൊമ്പയും പഴുത്തുന്ന ഒന്നും കാര്യമില്ല. അവിടുന്ന് ചവിട്ടി ഒഴിഞ്ഞ അഭ്യസിച്ചതല്ലേ. അവിടെ എന്താ മൂപ്പര മറ്റേ ഇതൊക്കെ പറഞ്ഞപ്പോൾ മറ്റേ മക്കളെ മുഴുവൻ ശപിച്ച് അമ്മയെ വെട്ടലും അതൊക്കെ കഴിഞ്ഞാൽ അത് അതിൻ്റെ പശ്ചാത്താപം വല്ലാത്ത അവസാനം. പിന്നെ ഇതിങ്ങനെ എനിക്കെൻ്റെ അമ്മേനെ എപ്പോൾ വേണം, നീ എന്താ അച്ഛൻ പറഞ്ഞു ഞാൻ ചെയ്തു, അതൊന്നും അച്ഛൻ പറഞ്ഞാൽ കണ്ണു അടിച്ച ചെയ്തു, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ വേണം. എനിക്ക് മലപ്പം ഞാൻ മല പിടിച്ച് വളർന്ന എൻ്റെ അമ്മേനെ, എൻ്റെ സഹോദരന്മാർ, അങ്ങനെ അതൊക്കെ കിട്ടിയത്. പിന്നെ ഈ ക്ഷത്രിയ വംശം അത് നടന്നു. അത് മൂപ്പരൊരു അധ്വാനം. മൂപ്പര് മാളകനെ മുറുകുമ്പോൾ മൂപ്പര് രസമായിട്ട് ഇവരെ കുട്ടമ്പിള്ള ഇവരാര് എന്തായാലും മൂപ്പർക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണെങ്കിൽ അത് ഇഷ്ടമാണോന്ന് മുഴുവൻ പറയില്ലല്ലോ, എന്നാലും ആസ്വദിച്ചു. ആ കൊട്ടുകനെ ആസ്വദിച്ചു. എന്നിട്ട് അവിടെ തന്നെ വേറെ മാങ്കുളത്തിൻ്റെ മകൻ ഒരു കൃഷ്ണൻ നമ്പൂരി ഉണ്ടല്ലോ, അയാളെ തൊട്ടടുത്താണ് ST കോളേജ്. അവിടെ വന്ന് മേളപ്പം കഴിഞ്ഞ് അച്ഛൻ്റെ വേഷത്തിന് എനിക്ക് കൊട്ടണമെന്നുണ്ട് ദിവസം. അത് ബലഭദ്രനും കൃഷ്ണനാണ്. അത് തകഴി കുട്ടമ്പിള്ളയ്ക്ക് അതേ തോന്നുള്ളൂ, ആ ഒരു കഷ്ണം. അതിൻ്റെ മുമ്പത്തെ നാലുള്ളതെന്ന് തോന്നില്ല. എന്തായാലും ഇത് ഇത്ര ആകെ രക്ഷിച്ച് തോന്നും എന്ന് പറഞ്ഞ് അത് ഞാൻ കൊട്ടിക്കോളാം. അങ്ങനെപ്പോൾ ഞാൻ പോന്നു, ഞാൻ ഒറ്റയ്ക്ക് കൊട്ടിക്കോളാം. എൻ്റെ കോളേജിൽ നിന്ന് പോകും. അടുത്ത രണ്ടാമത്തെ ഇതാകുമ്പോഴേക്ക് ഞാൻ വരാം. അല്ല തുടങ്ങിയാൽ പിന്നെ കഥയാണ് മുഴുമിച്ചൂടെ. അവിടെ ഞാനത് അടുത്ത കഥയ്ക്ക് വരാമെന്ന് തോന്നുന്നു. അവിടുന്ന് കൃഷ്ണനാരാശൻ അത് കഴിഞ്ഞിട്ട് എന്തടോ എന്നോട് അയാളെ കുട്ടിക്കോളാം, അങ്ങനെ അയാളുടെ എന്തോ ആണോ എന്നൊക്കെ പറഞ്ഞു. വാസുവേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുരുനാഥന്മാരുടെ ഇപ്പോൾ ചന്ദ്രമണ്ണാടി ആരാശാൻ അങ്ങനെ കുറേ പറയുന്നുണ്ടെങ്കിലും അവരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ അവരോളം തന്നെ സ്വാധീനിച്ചിട്ട ഒരാളായിട്ടാണ് എനിക്ക് കീഴ്പ്പടം കുമാരനാരാശാനെ തോന്നിയിട്ടുള്ളത്. അതിൻ്റെ എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ആ വാസുവേട്ടൻ്റെ അമ്മ മരിച്ച കാലഘട്ടത്തിൽ വാസുവേട്ടൻ കീഴ്പ്പടം കുമാരനാരാശാനെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. എൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാലഘട്ടമാണ്.
അന്ന് വാസുവാശാൻ അച്ഛൻ മരിച്ചതാവും. അച്ഛൻ മരിച്ചായിരിക്കും, സോറി. കുമാരനാശാനെ വന്ന് കണ്ടതും മരിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചതും ആശാൻ എന്താ പറയണ്ടേ, അത് വാസുവേട്ടനെ സമാധാനിപ്പിച്ചതും ആ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും കൃത്യമായ ഓർമ്മ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയിരുന്നു വളരെ എന്തോ ഒരു വളരെ ദൃഢമായ വേറെ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? വാസുവേട്ടൻ്റെ വളർച്ചയിൽ കീഴ്പ്പെടും ആശാൻ്റെ ആദ്യം ഈ ഭക്തി ബഹുമാനം എന്നുള്ള രീതിയിലല്ലാതെ അദ്ദേഹത്തിന് നോക്കിക്കാണാൻ പറ്റിയിരുന്നില്ല. പിന്നെ കുറേശ്ശെ മയപ്പെട്ട് വന്നു എന്ന് തോന്നി. പെട്ടെന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ മുട്ടിയെടുത്ത് അടിക്കുന്ന ഒരു പ്രകൃതം. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം മാറാറില്ല. ഉള്ളിലുള്ള സ്ഥായി എന്താണെന്ന് പുറമേ പ്രകടിപ്പിക്കാറില്ലായിരുന്നു. പലപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം പോയിട്ട് ഒരു കുട്ടി എന്താ വഴിച്ചെലവിന് കാശുണ്ടോ അങ്ങനെ എന്തോ ചോദിക്കുക. അതപ്പോൾ അത് കമ്പി വന്നു, അതുണ്ടായത്. സുഖമില്ലാതെ ഞാൻ കുറച്ച് ദിവസം ലീവിലായിരുന്നു. അപ്പോൾ മന്നാടേശനൊക്കെ ചോദിച്ചു, എനിക്ക് ന്യൂമോണിയ വന്നു, ബ്രോങ്കോ ന്യൂമോണിയ, പെരിന്തൽമണ്ണ ആസ്പത്രിയിലേക്ക് കിടന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ അന്നത്തെ ഒരു ജ്യോതിഷം, എനിക്ക് 18 വയസ്സ്, അച്ഛൻ്റെ 58 വയസ്സ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ജ്യോതിഷത്തിൽ ഒരേ ഗ്രഹനിലയാണത്രേ. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ തട്ടിപ്പോകുന്നത്. ഞാനാണ് എന്നുള്ള രീതിയിൽ ആണ് കാര്യങ്ങൾ പോയത്. എന്തോ ഇത് അച്ഛനും അമ്മയൊക്കെ പെരുന്തൽമണ്ണ ഗവൺമെൻറ് ആസ്പത്രി, അന്നത്രയല്ലേ ഉള്ളൂ, രക്ഷപ്പെട്ടു പോന്നു. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം ഞാൻ കത്തയക്കുന്നുണ്ട്. കുമാരേട്ടനാണോ കുമാരനാശാനോ ആശാനാണെന്ന് തോന്നുന്നു. കഥകളി വിദ്യാലയത്തിലേക്ക് എത്തണമല്ലോ, ലീവ്. അങ്ങനെ മന്നാടേശനെ ഉടനെ ചോദിച്ചു, എന്തെങ്കിലും ഓർമ്മ കുറവുണ്ട്, എന്തെങ്കിലും ഓർക്കാതെ ഇങ്ങനെയൊക്കെ വന്നാൽ ചില കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാർച്ച് മാസത്തിൽ നമ്മൾ അച്ഛനെ പക്ഷപാതമായിട്ട്, അപ്പം ഞാൻ കൂടെ കൊട്ടാൻ പോയിട്ടുണ്ട്. മലപ്പുറത്തൊരു തണുപ്പ് പ്രദേശം, അത് നൂറാടിപ്പാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില്ലേ, അവിടെ അച്ഛനും എന്തൊക്കെ കൽപ്പന കോടതി ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് അവസാനത്തെ തായമ്പ പകുതി കൊട്ടിയപ്പോഴേക്കും അച്ഛൻ്റെ ശിഷ്യന്മാരുണ്ട്, ഗടാഗടിയന്മാർ. അവർ താങ്ങി ബാക്കിയുള്ള തായമ്പ ഒരു ഗണപതി കൈമാരി കൊട്ടി അവസാനിപ്പിച്ച അച്ഛനെ അവിടെ നിന്ന് തന്നെ കാറെടുത്തിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ ആക്കി. പിന്നെ ഇപ്പോഴൊക്കെ അമ്മാവനൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഒരു ഇരുമ്പിളിയും വൈദ്യരുണ്ട്, അത് ചികിത്സ അതിനെതിരെയുള്ള കുഴപ്പമില്ല, ചികിത്സിച്ച് ഭേദമാക്കാം. വലത് ഭാഗമല്ല ഇടത്ത് ഭാഗം സാറില്ല, ശരിയാക്കാം, കുറച്ച് ദിവസം ശ്രമിക്കണം. അത് കോടതിയിൽ നിന്ന് ഇവിടെ വെച്ചാൽ ലീവൊക്കെ. അപ്പോൾ എനിക്ക് എല്ലാം അറിയാം, പെരുന്തൽമണ്ണ അങ്ങാടി മുഴുവൻ അറിയാം. അച്ഛൻ്റെ ഒരു ഇതുണ്ട്. അച്ഛൻ കുറേശ്ശെ കഞ്ചാവ് വലിച്ചത്, അത് ഒരു ദിക്കിൽ പ്രത്യേക ഒരു ദിക്കിൽ പോയിട്ട് ഒരു ഉറുപ്പ് എന്തോ കൊടുത്താൽ, അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് തന്നെ അറിയാം, അല്ലാതെ കൊടുക്കില്ല. അത് ഞാൻ അച്ഛന് വരാങ്ങനെ സുഖമില്ലായിട്ടാണ് കൊടുത്തു. അപ്പോൾ കുറച്ച് പിന്നെ ചുമര പിടിച്ചിട്ട് അങ്ങനെ നടക്കുക. അപ്പോൾ ഒരു ബീഡിങ്ങനെ വായിൽ വെച്ച് കൊടുക്കണം. അതായപ്പോൾ അതിനിപ്പോൾ വലിക്കാൻ അച്ഛന് പറ്റുന്നത്, ഞാൻ വലിച്ചാൽ മതി. അങ്ങനെ എന്തായാലും ഞാൻ അപ്പോൾ അമ്മോട് പറഞ്ഞു, പൊക്കോട്ടെ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അവിടുത്തെ പഠിത്തം മുടങ്ങില്ലേന്ന് എന്താണ്, ഞാൻ പൊയ്ക്കോളാം, കുറച്ച് ദിവസം കഴിയട്ടെ, ഇനി കുറച്ച് ദിവസം കഴിയണ്ട, കൂട്ടുകാരായില്ലേന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് ചുരുക്കാം. അതിന് മുമ്പേ അച്ഛൻ അധികം ഇല്ലടാ,
മധുവിനെ നീ വേണ്ട ഒരു സ്കൂളിൽ ചേർക്കുക, അങ്ങനെ എന്തോ ഒരു പെട്ടെന്നൊരു ഇത്. പിന്നെ ഇത് വന്നതിന് ശേഷം വർത്തമാനം എനിക്ക് കഴിഞ്ഞ ഒരു ഭാഗം കൂടി. പിന്നെ നടക്കാരായി, ചുരുക്കം പൂക്കളൊക്കെ മാറി നടക്കാരായി, ചെമരമ്പിൽ പിടിച്ച് കാര്യങ്ങളൊക്കെ നടക്കാമെന്നുള്ള ഇതിലെത്തിച്ച് ഞാൻ സദനത്തിലേക്ക് വന്നു. 4 ദിവസം കൊണ്ടൊരു കമ്പിയാണ്, പെട്ടെന്ന് വരണം, ഷാർട്ടും വീഴും. അമ്മാവൻ എന്ത് ചെയ്ത് കൊണ്ടുപോയിട്ട് കാറിലൊക്കെ, അമ്പലത്തിൽ നിന്ന് കാറിലൊക്കെ കയറണമെങ്കിൽ എന്താ കയറ്റിയിട്ട് അവിടെ ആയുർവേദ ആസ്പത്രിയുണ്ട്. ആയുർവേദ എണ്ണയും കിഴിയായിട്ട് അതങ്ങോട്ട് അപ്പം കംപ്ലീറ്റ് ആണ് കുഴഞ്ഞു. നേരെ വിപരീത ചെയ്ത്. അത് എവിടുന്നാ അമ്മാവൻ വന്ന്, അമ്മാവൻ പല ബിസിനസ്സായിട്ട് ചുരുക്കം. പിന്നെ അങ്ങനെ കിടന്നു. പിന്നെ കഴിയുന്നത് വരെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ആ കാലഘട്ടങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള ഇപ്പോൾ കൃഷ്ണൻകുട്ടി പൊതുവാൾ, അച്ചുണ്ണി പൊതുവാൾ, മന്നാടി ആശാൻ, അതുപോലെ ആയാങ്കുടി ആശാൻ, തിരുവല്ല ഗോപാല പണിക്കർ, ദാമോദരൻ നായർ, കേശവേട്ടൻ, ഇരിങ്ങാലക്കുടയിലെ അപ്പു ആശാൻ. അപ്പോൾ അവരുടെയൊക്കെ കൊട്ടുകളെക്കുറിച്ചും അവരുടെയൊക്കെ കൊട്ടുകളുടെ വ്യതിരിക്തതകളെക്കുറിച്ച്, വ്യത്യാസങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ ഇതിൽ നിന്ന്, കാരണം ഓരോരുത്തരെ കുറിച്ചും ഓരോ ലേഖനങ്ങൾ എഴുതാൻ, ഒരു പുസ്തകം എഴുതാനുള്ള വകുപ്പുണ്ട്. ഇരിങ്ങാലക്കുട അപ്പു ആശാൻ്റെ കൊട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ ഇരിങ്ങാലക്കുട അവർ ഒരു വേനൽക്കാലം, ഒരു സീസൺ മുഴുവൻ ഞാൻ അതിലത്തെ ചെണ്ടക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പുവാശാൻ വന്ന് ഇടയ്ക്ക കൊട്ടും. അത് അവിടെ ഒരു ശിവാനന്ദ ഉണ്ടായിരുന്നു, 4ാമത്തെ കൊല്ലം. അയാൾ തിരുവനന്തപുരത്തുകാരനാണ്. അത് അസലായിട്ട് കൊട്ടുമായിരുന്നു. ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഇതാക്കി ആ ഇരിങ്ങാലക്കുടയത്തെ ഇത് അങ്ങനെ. അത് കൃഷ്ണൻകുട്ടിയേട്ടനാണ്. അത് 10-15 കളിയുണ്ടായിരുന്നു ആ ഒരു സീസൺ മുഴുക്കെ. പ്രതിഫലമൊക്കെ വളരെ തുച്ഛമാണ്, അതൊന്നും കരുതിയിട്ടില്ല. പക്ഷേ ഈ ഒരു അനുഭവം അന്ന് പിന്നെ ഒന്നിട്ട് കേശവപുതോ, തൃപ്പൂണിത്തുറ കേശവപുതോളുമായിട്ട് ഈ ഇരിങ്ങാലക്കുട ഇതിൽ തന്നെ അവർ വിളിച്ചിരുന്ന ഗോപിയേട്ടൻ്റെ എന്തൊരു ഘടോത്കചനോ അല്ല, കേശവേട്ടൻ്റെ കഥയുണ്ടല്ലോ, ഭീമബന്ധനം. അത് മധ്യമ വ്യായോഗം ഭാസൻ്റെ ആ സാധനമാണത്. അതിൽ വളരെ ഇതായിട്ട് ആ കാലഘട്ടത്തിലത്തെ 3 ധാരാളം വലിയ ആശാന്മാരുണ്ടായിരുന്നു. അപ്പുവാശാൻ്റെ ഇത് പറയാ അലങ്കാർത്ത ശങ്കരമാരാർ എന്ന് പറഞ്ഞ വലിയൊരു കൊടുങ്ങല്ലൂർ അദ്ദേഹത്തിൻ്റെ മകനാത്ര അപ്പുവാശ. പിന്നെ എന്തോ ഒരു ഞരമ്പിൻ്റെ ഒരു ഇതിലിങ്ങനെ കൈ എല്ലാം പഠിപ്പിക്കാനും അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുട തന്നെ സിംഗിൾ, ഞാനും രവിയും കൂടി ഒരു സിംഗിൾ മേളപ്പോൾ കുമാരനാശൻ്റെ ഏതൊന്താനോപാലം എന്തായിരുന്നു സിംഗിൾ മതി എന്ന് പറഞ്ഞു. ആ സിംഗിൾ അന്ന് രവി ഇപ്പം നാളെ കൂടി പറഞ്ഞു അത് അവിടെ കിടക്കണുണ്ട്. ആ മനസ്സറിഞ്ഞ വിഷ്ണിച്ചിട്ട് എന്താ പറയണ്ടേ, അങ്ങനെ ഒരു കൊട്ടുകൊട്ടി. രവി ഇപ്പുറത്തുണ്ടല്ലോ, എന്ത് വേണമെങ്കിൽ എൻ്റെ മനസ്സവനറിയാം. ആ ഒരു രവിക്ക് വാസുവേട്ടൻ്റെ മാത്രമല്ല രംഗത്തുള്ളവരെല്ലാവരുടെയും മനസ്സറിയാം. അത് അതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ, അത് പ്രയോജനപ്പെടാം. അങ്ങനെ ഒരുപാട് പേരെ പിന്നെ 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 ആരെയൊക്കെ ചോദിച്ചാൽ അതായത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ചന്ദ്രമണ്ണാടിയരാശാൻ കൊട്ടിൻ്റെ വ്യാകരണം പരമാവധി സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ രംഗത്ത് പ്രവർത്തിക്കാറുള്ളത്. അതെ അതെ. അല്ലെങ്കിൽ ഈ താളാത്മകത അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് വളരെയധികം കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. കൃഷ്ണൻകുട്ടി പൊതുവാളാശാനെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് നാടകീയമാക്കാമോ, അല്ലെങ്കിൽ ഈ ആധുനിക കാലത്ത് എഫക്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, എന്നെ എനിക്ക് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ട് കേൾക്കും ഇതാക്കും. അത് ഇതിനൊരു പകരൽ അദ്ദേഹമാണ് കൊട്ട്, അദ്ദേഹം വരണതാണ് ആ ചെണ്ടയായിട്ടുള്ള യോജിപ്പ്. അത് അപ്പൂട്ടി പാഴാൻ കൂടെ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള
എന്താ ഒന്നും അവർ തമ്മിലൊന്നും മുണ്ടൊന്നും പറയണമൊന്നുമില്ല. കൊട്ടെന്ന് പറഞ്ഞാൽ രാമകൃഷ്ണൻ്റെ തോരണ യുദ്ധത്തിന് ഒക്കെ സിംഗിള് വേറെ അന്തം വിട്ട് നോക്കിയത് എന്തൊരു കൊട്ടാണ്. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പം അച്ചുണ്ണിപ്പതോളാശാൻ കൊട്ടുകയാണെങ്കിൽ അച്ചുണ്ണിപ്പതോളാശാൻ്റെ കൊട്ട് മാത്രമായിരിക്കും മുൻപിൽ. അച്ചുണ്ണിപ്പതോളാശാനെ ആരും കാണുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുകയോ അങ്ങനെ ഒരാളവിടെ ഉണ്ട് തന്നെ തോന്നില്ല. അവൻ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ഐഡന്റിറ്റി, അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇല്ലാതെയായി മാറുകയും കൊട്ട് മാത്രം, അങ്ങനെ ഒരു വ്യക്തി ഇല്ല. അദ്ദേഹത്തെ ആർക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൊട്ട് എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ ധർമ്മപുത്രരുടെ വട്ടം വെച്ച കലാശത്തിന് ഡഗ് 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 അത് കേട്ടിട്ട് അന്തം വിട്ടു പോയിട്ടുണ്ട് ഞാൻ. കാരണം അതിലൊന്നും ദുരികിടതൊക്കെ തരക ഒന്നും കൊട്ടാനൊന്നുമില്ല. വെറുതെ അത് മാത്രം ചെയ്യുമ്പോൾ അതിന് ഇത്രയധികം എഫക്റ്റ്, ഇത്രയധികം ഭാവം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈശ്വര. അദ്ദേഹത്തിൻ്റെ അത് അത്ഭുതമാണത്. അത് ഓരോ സ്ട്രോക്കുകളും തുല്യമായ എന്താ പറയേണ്ടത്, ഒരു പോയിന്റ് സംതിങ് അധികം കുറവുമല്ലാതെ അത് അങ്ങനെ ഒരു വലിയൊരു സവിശേഷത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രൂപം ആരും ഓർക്കുന്നുണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൊട്ട് മറക്കാനും പറ്റില്ല. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നേരെ മറിച്ച് കൃഷ്ണൻകുട്ടി പതോളാശാനും ആർക്കും മറക്കാൻ പറ്റില്ല. കൊട്ട് ഓഫ് കോഴ്സ് കൊട്ട് നമ്മൾ ഓർമ്മിക്കും, പ്രത്യേകിച്ച് എഫക്റ്റുകളൊക്കെ കൊടുക്കുന്ന സമയത്ത്. അത് വളരെ ആധുനികമായ മോഡേൺ ആയിട്ടുള്ള ഉത്തരാധുനികം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറ്റിയിലൊക്കെ അടിച്ചും വട്ടത്തിലൊക്കെ ശബ്ദം ഉണ്ടാക്കിയും അങ്ങനെ വളരെ സാധ്യതകളെ അദ്ദേഹം ടയെന്നൊക്കെ കുറ്റിയിലടിച്ച് അങ്ങനെ പുതിയ സാധ്യതകളൊക്കെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ഒരു സോവനീറിൽ എന്തിനൊന്ന് വായിച്ചു. ഈ പട്ടിക്കാന്തുരിയാശൻ മണിമയ സദനെ മറ്റേ ചരലല്ല വെതറുന്നത്. അതെ, ചരലിങ്ങനെ വെതറാൻ നല്ല പതിൽ ആ പുസ്തകത്തിൽ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു അത്രേ. പിന്നെ ഇതേ ഒരു ബാലേക്കോ എന്തോ ഏതൊരു ആളെ ഇതിലേക്ക് ഗീതോപദേശം, ആ ഗീതോപദേശത്തിന് മുമ്പ് അതിലെ ഹിന്ദിക്കാരനോ എന്തോ ആണ് അയാൾ കൂടെ മലയാളമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. കട്ടപടപടാ ഗീത ഉപദേശം കിട്ടുന്നവരെ ഇയാളാകെ മയങ്ങി ഒരുമാതിരി ഇതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ അപ്പോൾ ഈ രണ്ടിൻ്റെയും കൊട്ടിൻ്റെ ഭാവം ഈ ചെണ്ടേമ്പെന്ന് വരണം ഇയാളുടെ മുഖത്ത് ഉള്ള ഈ കഥാപാത്രം. ഈ ചെണ്ടയാണ് അത് ഉണ്ടാക്കേണ്ടത് പറഞ്ഞപ്പോൾ ആ രീതി ഇങ്ങനെ വെച്ച് ഗീതോപദേശം കിട്ടിയിട്ട് അവിടുന്ന് കിട്ടും ഇപ്പോഴാണ് ഇതിൻ്റെ കൊട്ട് ഭാവത്തിനനുസരിച്ചുള്ള കൊട്ടുണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ കഥ ഇങ്ങനെ ഗുരുനാഥൻ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, അത് മുഴുവനായിട്ടിട്ടുണ്ടാവില്ല. ഇതെനിക്ക് വളരെ ഉള്ളിൽ തട്ടി. അപ്പോൾ ഇവിടുന്ന് ഇവർക്ക് അത് ജീനിയസ് ആണല്ലോ. അതൊരു കാരണമായിട്ട് ഒരു സ്പാർക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. വാസുവേട്ടൻ്റെ കൊട്ടിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും അങ്ങനെ കാണുമല്ലോ. അത് പ്രത്യേകിച്ച് ഒരാൾ എന്ന് പറയാൻ പറ്റുമോ, അതോ കുറേ ആൾക്കാരുടെ കുറേ ആശയങ്ങൾ, കുറേ സവിശേഷതകൾ സ്വാംശീകരിക്കുക ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും അധികം എനിക്ക് അത് കൊട്ടിനെ ആകർഷിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി പൗളസൻ്റെ കൊട്ടാണ്. പക്ഷേ അത് അനുകരിക്കാൻ പറ്റില്ല എന്നും അനുഭവത്തിൽ എങ്ങനെ അത് അങ്ങനെ കൊട്ടാൻ പറ്റുമോ, അങ്ങനെയാണ് കൊട്ടേണ്ടത് എന്നുള്ള കുമാരനാരായണൻ്റെ വെച്ചിട്ടുള്ള കമൻ്ററി എങ്ങനെ കൊട്ടിയെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വരണം. അവിടെ കറക്റ്റായി അങ്ങനെ കൊട്ടു. രണ്ടാമത് അതേമാതിരി കൊട്ടാൻ പറ്റുക, അതാവില്ല കൊട്ടുക. അത് അച്ചുണ്ണി ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എപ്പോഴും സുഖസുന്ദരമാണ്. അദ്ദേഹം ഒരു കോല് ചെണ്ടയിലിട്ടാൽ അതിൻ്റെ ശ്രുതി ഉണ്ടാവും. കൈ ഇങ്ങനെ വെച്ചാൽ ആ പൂച്ച കരയണമാതിരി കരയും. അത് തായമ്പ എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ തിരുമാന്താവുന്നൊരു തായമ്പ കേട്ടിട്ടുണ്ട്. കൂറ്റൻ തായമ്പ. അന്ന് കാതിൽ വെള്ളമൊക്കെ എടുക്കാനൊക്കെ ഇട്ട് സുന്ദരനായിട്ട്. പിന്നെ കുറേ അങ്ങനെ തായമ്പയും ഇടയ്ക്ക് കൂട്ടരും
അല്ല, ഈ നിശബ്ദതകൾക്ക് ഇത്രയധികം എന്താ പറയണ്ടത് ശബ്ദമുണ്ട് എന്ന് നമുക്ക് തോന്നുക അച്ചുണ്ണിപ്പുതാളാശാന്റെ കൊട്ട് കേൾക്കുമ്പോഴാണ്. നിശബ്ദതകൾ ഇത്രയധികം വാചാലം അല്ലെങ്കിൽ ഇത്രയധികം പ്രൗഢമാവും. നമ്പീശൻകുട്ടി ആയിരിക്കും മിക്കവാറും അത് ഈ എന്ത് മൈനർ സെറ്റ് ഉണ്ടാക്കിയപ്പോൾ രാവണളം ഗോപി അച്ചുണ്ണിപ്പുതാളാശാൻ നമ്പീശൻകുട്ടി അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഇങ്ങോട്ട് വന്നു. ഗോപി ഏറ്റവും അധികം എല്ലാ വേഷങ്ങളും കെട്ടിയത് ഈ മൈനർ സെറ്റിലായതുകൊണ്ടാണ്. മൈനർ സെറ്റ് ഇങ്ങനെ മെല്ലെ ഇല്ലാണ്ട് എല്ലാം കൂടി മേജറായി. അപ്പോഴും ഇവരെയൊക്കെ കൊട്ടിന് ആ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ മൈനർ സെറ്റിൻ്റെ കാലം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ സംഗീത ഗുരുനാഥൻ എന്നോടൊരു കാര്യം പറയാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരാളെ അനുകരിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ബാലമുരളീകൃഷ്ണനെ അനുകരിച്ചിട്ട് ഒരാൾ പാടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കൽ നേരത്തെ പറഞ്ഞില്ല, കിഷോട്ടിപ്പുതാൾ അനുകരിച്ചാൽ ഒരിക്കലും അത് നേരാവാൻ പോകുന്നില്ല. അതുപോലെ ബാലമുരളീകൃഷ്ണനെ അനുകരിച്ച് പാടിയാൽ ഒരിക്കലും അത് നേരാവാൻ പോകുന്നില്ല, അതാവാൻ പോകുന്നില്ല. അതുപോലെ ചെമ്പ വൈദ്യനാഥ ഭാഗവരെ അനുകരിച്ച് പാടിയാൽ അതാവാൻ പോകുന്നില്ല. യേശുദാസിനെ അനുകരിച്ചാൽ അതാവാൻ പോകുന്നില്ല. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ എസ് രാമനാഥനെ അനുകരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിൽ ആ കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എക്സ്ട്രാ സാധനങ്ങളൊന്നും അതിൽ വെച്ചിട്ടില്ല. അത് കാരണം അനുകരിച്ചാൽ കുഴപ്പമാവാത്തൊരു കലാകാരൻ, ഒരു ഗായകൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാമനാഥനായിരിക്കും എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അനുകരിച്ചാൽ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ അനുകരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു കൃത്യം ഗ്രാമർ മാത്രം സൂക്ഷിച്ചു കൊട്ടുന്ന ഒരു കലാകാരൻ ആണ് ചന്ദ്രമണ്ണാടിയാരാശാൻ എന്ന് ഞാൻ അഥവാ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അദ്ദേഹം നമ്മളുടെ ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് ശിഷ്യന്മാരെ അവിടെ വെച്ചിട്ട് അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം ആ ഗ്രാമർ കോട്ടക്കൽ കുട്ടമാരാശാന് ഇന്ന് ഒരു അതിർത്തി കടന്ന് പോയി എന്ന് വേണ്ട. അതെ, അതാണ് അദ്ദേഹത്തിൻ്റെ. അവരെ ആരെങ്കിലും ധിക്കരിച്ചു എന്ന് വരാൻ പാടില്ല ഒരു തരത്തിലും. അതാണ് അദ്ദേഹത്തിൻ്റെ അനുസരണയുടെ അച്ചടക്കത്തിൻ്റെ ഒക്കെ അത് അദ്ദേഹം നിൽക്കേണ്ടോടത്ത് നിൽക്കും. അതിൻ്റെ അങ്ങേപ്പുറം പോവാൻ ഇഷ്ടം പോലെ പോവാൻ സാധിക്കും, പക്ഷെ പോവാതെ അതിങ്ങനെ അവിടെ ഇങ്ങനെ വെച്ച് നിർത്തി അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വരാൻ തുടങ്ങിയാൽ അപാരമായിട്ടുള്ള ഇതാണ് എല്ലാവർക്കും അറിയാം. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ കല്യാണ സൗഗന്ധികത്തിലെ വനവർണ്ണനയിൽ ഈ അജകര കപിളിതത്തിലെ ഈ ആന ഒരു മരത്തിൻ്റെ കൊമ്പ് പിടിച്ചിട്ടിങ്ങനെ വീശുമല്ലോ. ആ വീശുന്നതിന് കൃത്യമായ അതിന് ഇന്നതാണ് കൊട്ടേണ്ടത് എന്നുള്ളൊരു കൃത്യമായ ധാരണ പോലും മന്നാടിയാരാശാൻ്റെ കയ്യിൽ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ അല്ലാത്തൊരു കാര്യം വാസുവേട്ടൻ ആ കാലഘട്ടത്തിൽ ശങ്കരനൊറ്റ കുട്ടി സമയത്ത് അതല്ല, അതിന് ഇത് തന്നെ വേണം. ആ വീശുന്നതിന് കൃത്യമായ ഒരു പാറ്റേൺ ഓഫ് എന്താ പറയേണ്ടത്, ഒരു മ്യൂസിക്കൽ സാധനം, അങ്ങനെ ഓരോന്നിനും അദ്ദേഹത്തിന് കൃത്യമായ ഇത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്ര കണ്ട് ശരിയാണെന്ന് ഉണ്ണീഷനെ പറയാൻ അറിയുള്ളൂ. അതിപ്പോൾ ഹരി പറഞ്ഞതിൻ്റെ ഒരു ഇത് കർണശബ്ദത്തിലെ കൃഷ്ണദാസിനെ, കലാമണ്ഡലം കൃഷ്ണദാസിനെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി എടുത്ത ഒരു ബാഗിൽ കളി ഗോപേട്ടൻ്റെ പിന്നെ ഞാൻ കൊട്ടിക്കൊണ്ടിരിക്കുക കുറച്ച്. ഇപ്പം ഞാൻ കലാമണ്ഡലത്തിൽ ഒന്നിച്ച് ഇതിനെ കൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഇയാളെ ഒരു 10 മിനിറ്റ് ഞാൻ കൊട്ടിച്ചോട്ടെ എവിടെയെങ്കിലും. അതിനെന്താ അത്ര ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ചോദിച്ചിട്ടില്ലെങ്കിലത്തെ കഥ മൂപ്പരെ. പക്ഷേ അപ്പോൾ ആ കുന്തി ഇതിനെ കണ്ട് കർണന അവിടെ എന്താ കൊട്ടുക ചോദിച്ചു എന്നോട് കൃഷ്ണദാസ്. അസാൻ ഞാൻ എന്താ അവിടെ കൊട്ടുണ്ടോ? ഈ കഥ കുട്ടൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അപ്പൊരു കൊട്ട് കുട്ടൻ്റെ ഉള്ളിൽ വരും, അത് കൊട്ടും. അത് അടുത്ത പ്രാവശ്യം എന്ത് കൊട്ടാ വരണമെന്ന് വെച്ചാൽ അപ്പം അത് കൊട്ടുക. ഇതാണ് ഈ കൃഷ്ണകുട്ടിപ്പുതാളാശാൻ്റെ ഒരു ഗുണം. ഇത്തന്നേയുള്ളൂ ഞാൻ ഗിഡ്ഡേങ്കിട അവിടെ അതങ്ങോട്ട് തികഞ്ഞു തോന്നും. അതിനങ്ങേപ്പുറം വേറൊന്നുമില്ല, ഞാനാ പറയാനില്ല എന്ന് ആ ഒരു അനുഷേധ്യത
നായകത്വം അല്ല അത് തികച്ചും ഖണ്ഡിതമായ അഭിപ്രായങ്ങളാണ്. അത് തികച്ചും വൈയക്തികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ അതെ, അല്ലാതെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അത് അനുകരിക്കേണ്ട ഒരു ഗുണമൊന്നുമല്ല. ഇല്ല, അതാ ഞാൻ പറയണത്. നേരെ മറിച്ച് ഇങ്ങനെ ഓരോ മുദ്രകൾക്കും ഇന്ന അതിപ്പോൾ ഒരു പരിധിവരെ ഉണ്ണികൃഷ്ണൻ അത് കുറേ ഗവേഷണം ചെയ്ത് അത് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ഉണ്ണികൃഷ്ണൻ വളരെ ഒരുപാട് കാലം പല ആൾക്കാർ ഇതിപ്പോൾ രാമകുട്ടിയാശാൻ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട്. അല്ല, ഈ പറയുന്ന മാതിരി ഓരോ മുദ്രകൾക്കും ഇത്തരത്തിലുള്ള മ്യൂസിക്കൽ പാറ്റേൺ ആണ് കൂടുതൽ അനുയോജ്യമാകുക എന്നുള്ള നിലയ്ക്കൊരു കണ്ടെത്തലുകൾ പുതിയ ആൾക്കാർ പലരും അത് കണ്ടെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ. അല്ല, എന്നിട്ട് തന്നെ അബദ്ധം പെട്ടെന്ന് വരാന്നുള്ളപ്പോൾ ഉണ്ണീഷ്ണനെ ഞാൻ അപ്പു എന്നാണ് വിളിക്കല്. അറിയാതെ അങ്ങനെ വന്നാലും ആൾ മാറില്ല. ഇത് നരകാസുരത്തിൽ ഇതൊക്കെ എറണാകുളത്തടുത്ത ഒരു സ്ഥലത്ത് ത്രിപട വരുന്നുണ്ടല്ലോ, അത് മുറിയടന്ത ഇട്ടു. അപ്പോൾ പെട്ടെന്ന് മുറിയടന്ത ഇട്ടു. അത് അത് കാണിക്കാൻ ഞാൻ അവിടെ ഉണ്ടായി. എന്താ ത്രിപുട അല്ല, ബാക്കി ജളമതേതവ കൊണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് വാസുവേട്ടൻ്റെ അത് ചോദിക്കാനുള്ളത്, ഈ മേളപ്പദം എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഏത് കാലഘട്ടത്തിലാണോ അത് കഥകളി അരങ്ങിലേക്ക് വന്ന കൃത്യമായ ധാരണ നമുക്കില്ല. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊരു നടൻ വേഷം ഒരുങ്ങാൻ വൈകിയ സമയത്ത് വെങ്കടകൃഷ്ണ ഭാഗവതരും വെങ്കിച്ചസ്വാമിയും മൂത്തമ്മനെയൊക്കെ പാടെ എന്നാൽ നമുക്ക് കുറച്ചു നേരം അഷ്ടപതി പാടിക്കളയാം എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയതായിട്ടാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. അതിൻ്റെ മുമ്പേ ഉണ്ടാവാന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. അറിഞ്ഞു. എന്തായാലും അതിന് കൃത്യമായ ധാരണ നമുക്കില്ല. ഇപ്പോൾ ഈ അടുത്ത് കുറേ കാലം, ഇപ്പോൾ വാസുവേട്ടൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലായിരിക്കാം, മേളപ്പദം എന്ന് പറയുന്നത് ഡബിൾ മേളപ്പദമായി മാറി വന്നിട്ടുണ്ട്. എന്ന് മുതൽക്കാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അതിപ്പോൾ നമുക്ക് ഒരു ഗവേഷണ വിഷയം ആക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനെപ്പറ്റി എന്താണ് വാസുവേട്ടന് പറയാനുള്ളത്? അല്ലെങ്കിൽ ഡബിൾ മേളപ്പദത്തിൻ്റെ കൃഷ്ണൻകുട്ടി പുതോളാസന് അതിനോട് നേരെ വലിയ വിരോധം തന്നെയായിരുന്നു. ഡബിൾ കൂട്ട രണ്ടും രണ്ടാവില്ല, രണ്ട് ചെണ്ടയുടെ സഗ്ഗാന്നേ ആവുള്ളൂ, അത് നേരെ ആവില്ല. ഒരാൾ ഒറ്റയ്ക്ക് കൊട്ടിയാണ്. ഇപ്പോൾ ശിശുപാലനോ ഇപ്പോൾ രാമകുട്ടിയാശാൻ്റെ അദ്ദേഹം ഒറ്റയ്ക്ക് തോരണത്തെ ഒറ്റയ്ക്കേ കൊട്ടുള്ളൂ. ആ ചെണ്ടയും കൊണ്ട് വന്നോ അത് താളം പിടിച്ചോളുണ്ടോ, ഒരു അക്ഷരം കൊട്ടിക്കില്ല. അദ്ദേഹം അതിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയത്ത് വേറെ ഒന്നും പറയാനില്ല. അത് അദ്ദേഹത്തിന് സുഖമായിട്ട് വരും ചെയ്യും. അങ്ങനെ അപ്പോൾ ഈ മേളപ്പദം എന്നുണ്ടായെന്നുള്ളപ്പോൾ മൂത്തമ്മനെ തിരുമേനി മേളപ്പദത്തിന് ഇത്തിരി മോശമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാക്കി അവസാനം അതല്ല, ചെമ്പ്രവട്ടം കഴിഞ്ഞിട്ട് അതിനും കൈ വേണമല്ലോ. പിന്നെ ഇത് ഇരട്ടിയോട്ടോ നാലായിരട്ടി അതിലുണ്ട് കോലെടുത്ത് വെച്ചാൽ മന്നാഴേശാൻ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മൂത്തമ്മനെ തിരുമേനിയുടെ സാധകത്തിൻ്റെ അതിൻ്റെ മുമ്പേ അതിൻ്റെ ഇടയിൽ ഈ വലത്തെ കോലിൽ വേർപ്പ് നിന്ന് ഒന്നങ്ങോട്ട് തിരികെ വയ്ക്കും ഇത്ര, എന്നിട്ട് കൈയൊന്ന് ഇങ്ങനെ തുടയ്ക്കും. ഈ വേഷ്ടിച്ചാൽ ഒരു രണ്ടാമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കൊട്ടുകയുണ്ട്. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് ഈ ഇത് എവിടെയെങ്കിലും മുറിഞ്ഞു തോന്നില്ല അത്ര. അദ്ദേഹം ഈ രണ്ട് കൈ കൊണ്ടും കൊട്ടണ മാതിരി അദ്ദേഹം ഇടത്തെ കൈ കൊണ്ട് മാത്രം കൊട്ടുക അത്ര. അന്നാഴശം പറഞ്ഞതാണ്. ഈ മൂത്തമ്മനെ തിരുമേനി ഞാൻ ചേർന്ന് അദ്ദേഹം മരിക്കുന്ന ഇത് ചെമ്മന്തട്ടയ്ക്ക് നമ്മളെ സാധനത്തിൻ്റെ വാൻ പോയി അരങ്ങേറ്റം കഴിയാത്ത കുട്ടികൾ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയില്ല. ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു. ചെമ്മന്തട്ടയാണെന്നുള്ളതൊക്കെ ഇതാണ് അറിഞ്ഞ്. ഈ മേളപ്പദത്തിന് ഡബിള് താല്പര്യപ്പെടാറില്ല കൃഷ്ണൻകുട്ടി പോതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഴയൊരു കളി കലാമണ്ഡലത്തിൽ വെച്ച് നമ്പീശാശാൻ്റെ ഷഷ്ടിപൂർത്തിയാണോ ഉണ്ണീഷപൂർപ്പാശാൻ്റെ ഷഷ്ടിപൂർത്തിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് കുട്ടന്മാരാശാനും പാലൂരച്യുതൻ ആശാനും കൃഷ്ണൻകുട്ടി പൊതുവാളും അപ്പുട്ടി പൊതുവാളും അങ്ങനെ ഒരു ഡബിള് മേളപ്പദം ഉണ്ടായി കലാമണ്ഡലത്തിൽ വെച്ചിട്ട്.
പാടാൻ നമ്പീശാശാനും അന്ന് ആദ്യം കുറേ വലിയൊരു കാലഘട്ടത്തിന് ശേഷം ഉണ്ണികൃഷ്ണക്കുറുപ്പ് ആദ്യമായിട്ട് നമ്പീശാശാൻ്റെ അവർ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ അവർ തമ്മിൽ പരസ്പര ധാരണ. അതായത് അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്പീശാശാൻ്റെ കൂടെ ഉണ്ണികൃഷ്ണക്കുറുപ്പ് ആശാൻ ശങ്കടി പാടുന്ന ഒരു മേളപ്പദമായിരുന്നു അത്. അപ്പോൾ ഈ കുട്ടമാരാശാനും ഇവരും കൂടെ കുട്ടിക്കഴിഞ്ഞ അടുത്ത എണ്ണം കൃഷ്ണൻകുട്ടിപ്പാളുടെ അദ്ദേഹം എല്ലാ എണ്ണങ്ങളും തത്താക്കിടത്തകതയിൽ ഒതുക്കി അതിനെ അങ്ങോട്ട് അങ്ങനെയല്ല അത് മതി അങ്ങനെ അത് ചെയ്തൊരു മേളപ്പദം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും അതെ അതെ ഇറ്റ് ഈസ് അങ്ങനെയുണ്ട്. എല്ലാ എണ്ണങ്ങളും തത്താക്കിടത്തകത മാത്രം അദ്ദേഹം കൊട്ടി അത് കഴിച്ചു. അതെ അതെ അതെ. എന്നാൽ കുട്ടമാരാശാൻ അങ്ങനെ ചെയ്തതുമില്ല. കുട്ടമാരാശാനെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം വളരെ ഇതൊരു ചരിത്ര സംഭവം. ആരെങ്കിലും ഇപ്പം അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പിന്നീട് ഒരു റിമാർക്ക് അല്ല പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരിക്കൽ പരാമർശം നടത്തിയത് എന്തെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റൈൽ ഓഫ് കൊട്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്, കുട്ടന്മാരുടെ കൊട്ടിൻ്റെ ശൈലി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താൽ ചേരുമില്ല. അദ്ദേഹത്തിന് എൻ്റെ ശൈലിയിൽ പറ്റില്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയിലും പറ്റില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരേ സ്റ്റേജിൽ അത് ഒരിക്കലും നേരാവാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു പോയതെന്ന് അദ്ദേഹം പരാമർശം നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ കഥകളിയിലായാലും പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു മേള നമുക്ക് കേട്ടുശീലമുള്ളൊരു മേള ഘടനയുണ്ട്. ഇപ്പോൾ ആധുനികമായിട്ട് അതിൽ ധാരാളം കൂടുതൽ ഇംപ്രവൈസേഷൻസും കൂടുതൽ അതിൽ നിറയ്ക്കുന്നൊരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഈ ഡബിൾ മേളപ്പദം പോലെ തന്നെ ട്രിപ്പിൾ മേളപ്പദം അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് വാസുവേട്ടൻ്റെ ഒരു ഡബിൾ മേളപ്പദം കഴിഞ്ഞ് ട്രിപ്പിൾ മേളപ്പദം അത് കോട്ടക്കൽ വെച്ചിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തതാണ്. കോട്ടക്കൽ ഉത്സവത്തോടനുബന്ധിച്ച് 3 സ്ഥാപനം, കലാമണ്ഡലം, സദനം, കോട്ടക്കൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ കൃഷ്ണൻകുട്ടി പാളാശാൻ, അപ്പൂട്ടി പുതുവാളാശാൻ, പിന്നെ കുട്ടന്മാരാശാൻ, പാലൂർ അച്യുതനായർ, ചന്ദ്രമന്നാടിയാർ, സദനം ശ്രീധരൻ, ഇതായിരുന്നു ആ ജോഡി. അപ്പോൾ എണ്ണങ്ങൾ ഈ 2 എണ്ണമായിട്ട് എണ്ണത്തിന് ഒരു മാറ്റമില്ല, ഇങ്ങനെ 3 ഇതായിട്ട് വന്ന് പിന്നെ ചെമ്പടവട്ടം വന്നപ്പോഴാണ് 3 കൂട്ടരെയും സ്വാതന്ത്ര്യം കിട്ടിയ മാതിരിയുള്ള അനുഭവം. അതിനെ എന്തെങ്കിലും ഒരു പറഞ്ഞു ഉപമിക്കാൻ പറ്റില്ല. അത് അന്നത്തെ ആ ഒരു അനുഭവം, അത് കേട്ടിട്ടുള്ളവരുടെ ഉള്ളിൽ നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണത് എല്ലാവരും ഒരേമാതിരി തന്നെ, ആരെയും ധിക്കരിക്കുന്നില്ല. പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് ആ ഒരു മേളപ്പാണ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് നേരത്തിന് അവിടെ ഒരു ശബ്ദവും ഏൽക്കില്ല എന്നുള്ള മട്ടായി. അല്ലാതെ അന്നത്തെ കളി മറക്കില്ല പറഞ്ഞാൽ പിന്നെ കുമാരനാരാശാൻ്റെ രൗദ്രഭീമനായിരുന്നു. 4 ചെണ്ടയും 4 മദ്ദളം. അത് കോട്ടക്കൽ കൃഷ്ണൻകുട്ടിയും കൂടി വന്നു. ശരി. അങ്ങ് ശങ്കരനാരായണ മേനോനും. അപ്പം അങ്ങനെ അതും മറക്കില്ല. കഥകളിയുടെ കാര്യത്തിൽ ഇപ്പോൾ കഥകളിയുടെ 4 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഒന്ന് ആംഗികം, വാചികം, ആഹാര്യം. ഇതിൽ ഈ വാചികം എന്ന് പറയുന്ന കാര്യമാണ് കഥകളിപ്പദങ്ങൾ. ആ കഥകളിപ്പദങ്ങളെ എന്താ പറയണ്ടേ, ശക്തമാക്കുക അല്ലെങ്കിൽ ഭാവപ്പൊലിമ നൽകുന്നതാണ് വാദ്യവിഭാഗം. അപ്പോൾ ഈ വാചികം എന്ന് പറയുന്ന കാര്യത്തിൽ വളരെയധികം പുതിയ രാഗങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആംഗികം എന്ന് പറയുന്നതിൽ ഒരു പുതിയൊരു കലാശമോ യാതൊന്നും ഉണ്ടാകുന്നുമില്ല. വാചികം വളരെയധികം ഇഷ്ടംപോലെ സാധ്യതകൾ എല്ലാ ഗായകരും പ്രയോഗിക്കുമ്പോൾ ആംഗികം എന്ന് പറയുന്ന വേഷക്കാരുടെ ഭാഗത്ത് ഒരു തിന്തത്ത എന്നുള്ളൊരു കലാശം 400 വർഷമായിട്ട് ഈ അരങ്ങിലത്തെ ഈ എന്താ പറയണ്ട രംഗം അത് ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് പഴമയില്ല, പുതുമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ബാലൻസിനെ കുറിച്ചാണ്. ഈ സംഗീതത്തിൽ ധാരാളം രാഗങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത്, ഈ ആംഗികത്തിൽ പരീക്ഷിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നുണ്ടോ അതോ നഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ പറ്റുക? ഇപ്പോൾ ഒരു ചായയിൽ പഞ്ചസാര കൂടിയാൽ അതിൻ്റെ സന്തുലിത നഷ്ടപ്പെടില്ലേ?
അതുപോലെ ചായപ്പൊടി കൂടുതലാണെങ്കിൽ അതിൻ്റെ സന്തുലിത നഷ്ടപ്പെടും. അതേമാതിരി കളിയരങ്ങിൽ ഈ സംഗീതം എന്ന് പറയുന്നൊരു കാര്യം അത് നല്ലതാണ്, അത് ക്രിയേറ്റീവാണത്, ഇവരുടെ സാധ്യതകൾ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. പക്ഷേ ഈ വാചികം എന്ന് പറയുന്ന കാര്യത്തിൽ ഈ സംഗീതാത്മകത കൂടുമ്പോൾ ഈ വേഷം അതുപോലെ തന്നെ ചെണ്ടയിലും മദ്ദളത്തിലും ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പത്തെ മദ്ദളം അല്ല ഇന്നത്തെ മദ്ദളം. ഇന്ന് കളിയിറങ്ങിൽ ഈ ചെണ്ടയുടെ പഴുതിൽ നിന്ന് കൊത്തുന്നൊരു സാധനമല്ലാതെ അവർക്ക് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉള്ളതായിട്ട് അവർ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേമാതിരി പാട്ടുകാരും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു സാധ്യത പൊതുവെ വേഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇതിന് വേഷത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരാനോ അത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബുദ്ധിമുട്ടാണെന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ ചെണ്ട മദ്ദളം കിട്ടുമ്പോൾ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു ചെണ്ടക്കാരന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ മദ്ദളക്കാർ വളരെ കുറവ് തന്നെയാണ്. ഇപ്പോൾ തെക്കോട്ടൊക്കെ പോയ ഒരു ചേപ്പാട്ട് അരിപ്പാട് അവിടെ എങ്ങാണ്ട് ഒരു കലാമണ്ഡലം അച്യുതവാര്യരുണ്ട്, നമ്മളെ ശങ്കരവാര്യരും ഉണ്ട്. അതൊക്കെ ഇപ്പം ഹരിനാരായണൻ പറഞ്ഞ അയാൾ കൃഷ്ണനാട്ടത്തിൻ്റെ കൊട്ടുകാരനായിട്ട് അസറായിട്ട് കളിക്കും. പിന്നെ നെല്ലുവായ നായർ, കലാമണ്ഡലം നാരായണൻ നായർ, അങ്ങനെയൊക്കെ യോജിപ്പും വേണം, കൊട്ടും ഇതൊക്കെ വേണം, രണ്ടും കൂടി ഒരു സിൻക്രണൈസേഷൻ വേണം. അതെ, ഞാൻ പറഞ്ഞാൽ ആ മുറിയടന്ത താളമൊക്കെ വന്ന ഈ മദ്ദളക്കാരൻ്റെ ആ വിലാസം അവിടെയാണ്. അതെ ലേശം എന്തെങ്കിലും ഇത് വന്നാൽ ആകെ അവതാളത്തിലാവും. അല്ല, അതിപ്പോൾ പലപ്പോഴും വടക്കൻ ഭാഗങ്ങളിൽ മുറിയടന്ത വരുന്നതോടുകൂടി ആ മുറിയടന്ത തെക്കൻ ഭാഗത്തെ മുറിയടന്തയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട്, അല്ലേ? വടക്ക് ചിലർക്ക് ഈ മുറിയടന്തയും പഞ്ചാരിയും ഒക്കെ ഒന്നല്ല. അല്ല, തെക്കുള്ള മുറിയടന്ത അത് തെറ്റെന്നുള്ള അർത്ഥത്തിലല്ല, എൻ്റെ ശൈലി ഭേദം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ മറിയടന്ത ആ ശൈലി അതങ്ങോട്ട് ഒരു 2 അക്ഷരം അങ്ങോട്ട് മാറിയാൽ അത് തെക്കൻ അവർ ചെയ്യുന്നത് പോലെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള അവസ്ഥകൾ ഈവൻ സാധനത്തിൽ പോലും പല കളികൾക്കും നമ്മൾ അനുഭവിക്കാറുണ്ട്. എനിക്ക് ഞാൻ ഒരു അതായത് അത് അപ്പുറത്തേക്ക് മാറുന്നതോട് കൂടിയിട്ട് അത് മുറിയടന്ത അല്ലാതെ അത് തെക്കുള്ള അങ്ങനെ ഒരു ശൈലിയുണ്ട്. അങ്ങനെ ഒരു ശൈലിയുണ്ട്. രണ്ടാമത്തെ അടിയിൽ ആണ് തെക്കോട്ട് അങ്ങനെ ഒരു വന്നായിരുന്നു. ഇവിടെ ആണല്ലോ ഇവിടുത്തെ, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ ഒരു ശൈലിയുണ്ട്, അങ്ങനെ ഒരു ശൈലിയുണ്ട്. അപ്പോൾ ഉണ്ണീഷിന് അത് കൃത്യമായി മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഇത് തിരുവല്ല അമ്പലത്തിൽ തിരുവല്ല ഗോപാലപ്പണിക്കർ നേരെ ഗോപികുട്ടനാർ പാട്ടും ഇതൊക്കെ ആയിട്ട് ഇതിനാരോ ഇങ്ങനെയാണ് കൊട്ടേണ്ടത്. അദ്ദേഹം ഇപ്പം ഗോപികുട്ടനാർ പറഞ്ഞു അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് ഇവിടുത്തെ മെയിൻ ചെണ്ടക്കാരനായിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ്. ഗോപാലപ്പണിക്കരേട്ടന് ഇപ്പോൾ കൊട്ടണമെന്നുണ്ടെങ്കിൽ കൊട്ടാം, അദ്ദേഹം പക്ഷേ 1ാം സ്ഥാനത്തൊന്നും മാറില്ല, അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയോ പ്രായം പഴക്കവും ഇതൊക്കെ ഉള്ള ഞാൻ വളരെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ എനിക്ക് അതിൽ ഞാനിവിടെ നിൽക്കുള്ളൂ, ഞാൻ ഇപ്പുറത്ത് നിൽക്കാം. അദ്ദേഹം എന്താ വെച്ചാൽ കിട്ടിയില്ല, അദ്ദേഹം കൊട്ടിയത് എനിക്ക് കൊട്ടാൻ പറ്റുന്ന എനിക്ക് ഉറപ്പുമില്ല. പിന്നത്തെ കാര്യം എന്തെന്ന് പറയും, അദ്ദേഹം ഇവിടെ ഞാൻ നിങ്ങൾ നാളെപ്പം കൊട്ടി ചുരുക്കാം. ഇനി വരുന്ന തലമുറയുടെ കഥകളി അവസാനമായിട്ട് ഉടക്കുണ്ടായിട്ടുണ്ട് അത്ര ഈ തിരുവല്ല ഗോപാലപ്പണിക്ക്. ഞാനാണത് അതൊക്കെ വേറെ ഇപ്പം രംഗത്ത് ഞാനാണ് കൊട്ടണം, അത് പറ്റില്ല എന്നെന്തോ പറഞ്ഞു അത്ര. എന്നാൽ നിങ്ങൾ കൊട്ടും, ഞാൻ അന്ന് കൊട്ടണില്ല എന്ന് വയ്ക്കാം. അപ്പോഴേക്കാരൊക്കെ ഓടി വന്നു, അയ്യോ പുതുവളസാൻ ഇപ്പം ഇവിടെ പായ അദ്ദേഹമാണ് കൊട്ടണമെന്ന് പറയണം,
പിന്നെ ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടിരേണ്ട കാര്യമില്ല. അതെ. പിന്നെ ഞാൻ കൊട്ടുന്നില്ല, അത് ഉറപ്പാണ്. ഇനി വരും തലമുറയോട് വാസുവേട്ടന് പറയാനുള്ള, ഇനി കളിക്കൊട്ടായാലും കൊള്ളാം, തായമ്പകയായാലും കൊള്ളാം, മേളമായാലും കൊള്ളാം, ഇനി വരും തലമുറയോട് പറയാനുള്ളത് എന്താണ്? അല്ലെങ്കിൽ അവരോട് പറയാം. തായമ്പക ഇപ്പം അടുത്ത കാലത്ത് ഞാൻ അവിടെയും ഇവിടെ നമ്മൾ ഈ വീട്ടിന് തൊട്ടടുത്ത് അല്ലെങ്കിൽ വേറെ അത് നമ്മൾ ഗോപാലം പഠിപ്പിച്ചത് അല്ലെങ്കിൽ വേറെ പല ദിക്കിലും ആയിട്ടുള്ള യൂട്യൂബിലും തായമ്പ ഒരു കുറച്ചങ്ങോട്ട് മുറുകിക്കഴിഞ്ഞാൽ പിന്നെ ഈ കൊട്ടണതൊക്കെ ഒന്ന് തന്നെയാണെന്ന് തോന്നും. അതിലൊരു വെറൈറ്റിയോ അല്ലെങ്കിൽ കാലം മുറുകലും നേരത്തെ കഴിയും. പിന്നെ അതിൽ എത്ര നേരം എന്ത് ചെയ്ത് കുറേ നേരം അങ്ങനെ നിന്നിട്ട് അപ്പോൾ അത്ര നേരം നിൽക്കണം എന്നൊരു കീഴ്വഴക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിനെപ്പറ്റി അതുകൊണ്ട് അഭിപ്രായം പറയില്ല. അത്ര നേരം അവർ തയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ കാശ് കൊടുത്തോട്ടെ, അത് മറ്റുള്ളവർ വാങ്ങിക്കൊണ്ട് പോയിക്കോട്ടെ. എനിക്ക് അതിന് ശിവരാമപിള്ള തായമ്പയാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു ഘട്ടം, അതിൻ്റെ ഘട്ടം പരമാവധിയാണ് എത്തി. പിന്നെ ഇത് ഇല്ല കഴിഞ്ഞു. അതാണ് തായമ്പ. എൻ്റെ മനസ്സിൽ ഉള്ള തായമ്പയുടെ ആ ധ്യാന ശ്ലോകം ശിവരാമപിള്ളയാണ്. പിന്നെ അപ്പൂട്ടന് ഉണ്ട്, അദ്ദേഹത്തിന് ഓരോ ദിവസവും ഓരോ തരം തായമ്പ അങ്ങനെ കൊട്ടാം. പക്ഷേ ഇതിങ്ങനെ എന്നാൽ എങ്ങനെ എത്തി, ആ തുടങ്ങി എങ്ങനെ എത്തി ഓരോരോ ഘട്ടമായിട്ട് ആ നാലായിട്ട് ഇത് കഴിഞ്ഞ് കുഞ്ഞീഷപ്പാണെങ്കിൽ ഡബിളാണെങ്കിലും ഒരു പ്രാവശ്യം ശിവരാമ താൻ എൻ്റെ മേലെ കൊട്ടുമോ? കൊട്ടും, എന്നാൽ താൻ കിടക്കും പറഞ്ഞു. കൊട്ടി കിടന്നു. അയ്യോ, ആ 3 കൊല്ലം അന്ന് ക്ഷയരോഗം വന്നാൽ ക്ഷയം പിടിച്ചു ഇത്രയും. അപ്പോൾ അപ്പം ഉള്ളിമനയെന്നോ അവർ ഇതൊക്കെ ഇടയ്ക്കും കൊണ്ട് ഈ ചുണ്ണിപ്പാളത്താനും പറ്റിയിട്ടുണ്ട് അത്ര. അത് ഇടയ്ക്ക് മാത്രമായിട്ട് അങ്ങനെ അവിടെ കലാപത്തിലുള്ളപ്പോഴാണോ എന്ന് വളരെ ചെറുപ്പത്തിലുള്ള പറ്റിയ ഇതാണ്. എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ കൃഷ്ണൻകുട്ടി പവളാശാനെ കുറിച്ച് നമുക്ക് ധാരാളം അറിയാം. അദ്ദേഹത്തിന് മാത്രമല്ല, അത് ഡിസർവിങ് ആണ് അദ്ദേഹം ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത് വെച്ച, അദ്ദേഹം തുറന്നു വെച്ച വഴി. എന്നാൽ ചന്ദ്രമണ്ണാടിയരാശാൻ്റെയും അച്ചുണ്ണി പൊതുവളാശാൻ്റെയും ഈ കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പലപ്പോഴും ഒരു ആശങ്ക ഇപ്പോൾ തോന്നായികയില്ല. അല്ലെങ്കിൽ അത് വേണ്ടത്ര പഠിക്കപ്പെട്ടിട്ടുണ്ടോ, അത് വേണ്ടത്ര ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ കൃഷ്ണൻകുട്ടി പവളാശാൻ്റെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആര് രേഖപ്പെടുത്തി, എവിടെ രേഖപ്പെടുത്തി? അല്ല, അതായത് അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത്, ഒന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം തന്നെ പുസ്തക രൂപത്തിൽ അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ, അതെ, വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത് ശേഖരിക്കുക. ആ കാലത്ത് അത് ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് അത് എടുക്കാൻ വിഷമമാണ്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ സ്വരൂപം അടുത്ത തലമുറയ്ക്ക് നമ്മൾ തന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയിലാണ് തോന്നുന്നത്, അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ണാടിയരാശാൻ്റെ ഒക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞമാതിരി കൊട്ടുന്ന കാര്യത്തിനെ മുൻപിൽ നിർത്തി ഈ കലാകാരൻ പിന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കലാകാരൻ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പലപ്പോഴും കൊട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നേരെ മറിച്ച് വേറെ പല ആൾക്കാരുടെയും കാര്യത്തിൽ കലാകാരൻ മുൻപിൽ നിൽക്കുന്നു, കൊട്ട് പിന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഈ കലാകാരനിൽ കൂടെ കൊട്ട് ആസ്വദിക്കപ്പെടുന്നു, കൊട്ടിൽ കൂടെ കലാകാരൻ ആസ്വദിക്കപ്പെടുന്നു. ഇത് രണ്ട് ഫാക്ടറികളാണ്. അവിടെയാണ് വന്ന് നിന്നാൽ മതി. എന്ത് കൊട്ടണു, ഏത് കൊട്ടണു, അതൊന്നും ചോദ്യമില്ല. അത് വന്നാൽ ശരി. മറ്റുള്ള അവരൊക്കെ അവർ നേരത്തെ വന്ന് ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇതൊന്നും നമ്മൾ കാണില്ല. രംഗത്ത് വന്നോ അയാൾ വന്ന ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, താളമില്ല, അപ്പോൾ എന്തോ കൊട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും മറ്റേ മിണ്ടാണ്ട് വേണ്ട. എന്നെ കൃഷ്ണൻ നാരായണ മിണ്ടാണ്ട് പോകണു. പിന്നെന്താ, ഇങ്ങനെ ഒരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഏത് കാലത്തും ഉണ്ടാവും. ശരി, ഇപ്പോൾ മന്നാടിയാഴ്ചൻ്റെ കൊട്ടിന് ഇപ്പോൾ ശതാബ്ദി ആഘോഷിക്കുന്നു, അതൊക്കെ ശരി.
ആശാൻ്റെ കൊട്ടിന് ഇത് പക്ഷേ തായമ്പയൊക്കെ കൂട്ടിയ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഒരു മനുഷ്യനില്ല അത്രേ അന്നത്തെ. അങ്ങനെ ഞാൻ ഒറ്റ തായമ്പയായിട്ടുള്ളത് സദനത്തിലെ അയ്യപ്പൻകാവിൻ്റെ അന്ന്. എന്നിട്ട് തന്നെ അതാ അമ്മാവൻ താഴെ നിങ്ങളൊന്നും പോരടാന്ന് പറഞ്ഞു. അമ്മാവൻ ഗോപാലമന്നാടിയായിരുന്നു, അദ്ദേഹം വന്ന് താളം പിടിക്കും. അങ്ങനെ ഒരു സഹായം. അതുപോലെ ഈ വർഷത്തെ കലാമണ്ഡലത്തിൻ്റെ കക്കാട് കാരണവപ്പാട് ഫെലോഷിപ്പ് ബാസുവേട്ടനാണ് കിട്ടിയിട്ടുള്ളത്. അത് സദനം കഥകളി അക്കാദമിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സദനം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സദനം ക്ലിപ്തപ്പെടുന്നു എന്നുള്ളൊരു കാര്യത്തിൽ. അതുപോലെ ഇതേപോലെ തന്നെ വാസുവേട്ടന് ഇതിനു മുമ്പും ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. എങ്കിൽ പോലും വാസുവേട്ടൻ തന്നെ ഏതെല്ലാമാണ് എന്ന് പറയുന്നത് നേരിട്ട് കേൾക്കാൻ സന്തോഷമുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം കൂടി എല്ലാം ഒന്നും ഇപ്പം മുഴുവൻ അല്ല, ഓർമ്മയിൽ തങ്ങുന്ന ഞാൻ എണ്ണി നോക്കിയിരുന്ന ഒരു പ്രാവശ്യം 23, ഇപ്പോൾ 24-ാമത്തെയാണ് അപ്പോൾ എനിക്ക് കിട്ടാൻ പോണ എന്നൊക്കെ അപ്പോൾ 24-ാമത്തെ ഇപ്പോൾ തിരുവല്ലയിൽ കിട്ടിയത് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് അറിയില്ല. അത് അത്രയൊക്കെ ഉണ്ട്. 24, 24, 25 ഒതുങ്ങണം. അത് 23 വരെ ഉണ്ട്. ഇപ്പോൾ അത് എനിക്ക് ആദ്യം കിട്ടിയത് ആലപ്പുഴ കഥകളി ക്ലബ്ബിൽ വെച്ചിട്ടാണ്. മാങ്കുളം വിഷ്ണു നമ്പൂതിരി സ്മാരക അവാർഡ്. അതിപ്പോഴും ഇവിടെ കാണണം. ഒരു ഫലകം ആയിട്ട് തന്നെ അതിലെഴുതി അങ്ങനെ ഒരു ഇത്. പിന്നെ കേരള സംഗീത നാടക അക്കാദമി അതൊക്കെ പിന്നെ കിട്ടിയതായിട്ട് നമുക്ക് കേരള സംഗീത നാടക അക്കാദമി കിട്ടിയിട്ടില്ല. ഓക്കെ. സംഗീത നാടക അക്കാദമി KPSC ലളിത ചെയർമാനായിരിക്കുമ്പോൾ എനിക്കൊരു ഫെലോഷിപ്പ് കിട്ടി. 50,000 രൂപയുടെ. KPSC ലളിത ചെയർപേഴ്സൺ ആയിരിക്കുമ്പോഴാണ് അപ്പോൾ അത്. ഓക്കെ. അല്ല, ചിലപ്പോൾ ഈ ഫെലോഷിപ്പ് അവാർഡിനേക്കാളും വലുതാണ് എന്നുള്ളൊരു സങ്കല്പം ഉള്ളത് കൊണ്ടായിരിക്കാം. എന്താ അല്ല, അതിപ്പോൾ അറിയില്ല. നമ്മൾ ഈ എന്താ കിട്ടാൻ പോണതോ കിട്ടിയതോ അതിനെപ്പറ്റി നമ്മൾ ക്രിട്ടിസൈസ് ഒരു നമ്മളെ ബഹുമാനിച്ച് ആദരിക്കുന്ന ഒരു സാധനമാണല്ലോ അത്. അതെ. ആ രീതിയിൽ നമ്മളതിനെ കാണണം. ഇതായാലും അത് 2 രൂപയായാലും 2 ലക്ഷം രൂപയായാലും അരങ്ങത്തുനിന്ന് നമ്മളെ ബഹുമാനിക്കുക ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അതിനെയൊക്കെ വളരെ വലിയ വലുപ്പത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് ഇപ്പം ഈ ഒരുപാട് രാഗങ്ങളുണ്ട് കർണാടക സംഗീതത്തിൽ എന്നും പറഞ്ഞിട്ട് വെങ്കടകൃഷ്ണ ഭാഗവതർ ഇതൊന്നും അറിയാത്ത ഒരാളായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പലരും. വെങ്കടകൃഷ്ണ ഭാഗവതരും അനിയൻ രാമഭാഗവതരും കർണാടക സംഗീതം നല്ലോണം അങ്ങേയറ്റം അഭ്യസിച്ചിട്ടാണ് വെങ്കടകൃഷ്ണ ഭാഗവതർ ഈ ഭാവ സംഗീതത്തിലേക്ക് മുഖ്യമായും വന്ന് രാമഭാഗവതർ, അനിയൻ മുണ്ടായ രാമഭാഗവതർ അല്ലെങ്കിൽ പാലക്കാട് രാമഭാഗവതർ എന്നുള്ള പേരിൽ അദ്ദേഹം വലിയ കച്ചേരികൾ നടത്തി ഇതാക്കി. അപ്പോൾ ഈ വെങ്കടകൃഷ്ണ ഭാഗവതർക്ക് ഇതൊക്കെ നിഷ്പ്രയാസമാവാം. പക്ഷേ അദ്ദേഹം ഭാവത്തിന് ഇത് കൊടുത്തു. അപ്പോൾ കഥകളി ഭാവഗാനമാണ്. ഭാവം. അപ്പോൾ കഥകളി എന്ത് കാണിക്കണോ അതിനകത്ത് ഭാവമുണ്ട്. അപ്പോൾ അല്ല, അത് പൊതുവെ മലയാളികളുടെ ഒരു സ്വഭാവമായിട്ട് കണക്കാക്കിയാൽ മതി. അതായത് വെങ്കടകൃഷ്ണ ഭാഗവതർ ആണെങ്കിൽ അതിനേക്കാളും നല്ല വേറൊന്നുണ്ട് എന്ന് പറയാന്നുള്ളത് അവരുടെ ഒരു ശീലമായിരിക്കാം. പിന്നെ അതിപ്പോൾ വെങ്കടകൃഷ്ണ ഭാഗവതർ ചേങ്ങല വാങ്ങി പാടി ചേർത്തല കുട്ടപ്പക്കുറുപ്പ് ഒരുപാട് രാഗങ്ങൾ കർണാടക സംഗീതത്തിനടുത്ത് മറിച്ചും അതാണോ? അങ്ങനെയില്ല. അല്ല, എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ചെറിയ ഗവേഷണത്തിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ നാരിമൗലിയായിടുന്ന യാജ്ഞസേനി തന്നെ അതിനു എന്ന ചരണത്തിന് ഖരഹരപ്രിയ ആദ്യമായി അദ്ദേഹം അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. അത് നമ്പിശാശാന് മുൻപുള്ള പാണിയാണ്, അല്ല നമ്പിശാശാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല. അപ്പോൾ അത് വെങ്കടകൃഷ്ണ ഭാഗവതരാവാനേ സാധ്യതയുള്ളൂ. അതുമാത്രമല്ല, കഥകളിയിലെ എല്ലാ പദങ്ങളും സമം കഴിഞ്ഞ് 4 അക്ഷരം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എല്ലാ പദങ്ങളും ഹരിണാക്ഷി എല്ലാ പദങ്ങളും, അല്ലാതെ സമത്തിൽ തുടങ്ങുന്ന ഒരു പദമേ ഇല്ല.
പക്ഷേ പൂമാതിനൊത്ത ചാരുതന്നോ, അതെ, ഓ, അതുപോലെ സാമ്യമകുന്നൊരു ധ്യാനം, അങ്ങനെ 2-3 പദങ്ങൾ. വേഗടയിലുള്ള പുഷ്കരൻ്റെ പദമില്ലേ, വീരസേന വീരസേൻ, അങ്ങനെ അതൊക്കെ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമാണ്. അത് അന്ന് വരെ കഥകളിയിൽ പരിചയമില്ലാത്ത ഈ 3-4 പദങ്ങളെ സമത്തിൽ തുടങ്ങുന്ന പദങ്ങളുള്ളൂ. ഇതിൻ്റെയൊക്കെ ചിട്ടപ്പെടുത്തിയ അവകാശം വെങ്കടകൃഷ്ണ ഭാഗവതർക്കാണ്. ദുര്യോധനത്തില് ഭാനുമതിയുടെ പദം ഉണ്ടല്ലോ, കരകരപ്രിയ. അല്ല, അത് പിന്നീട് ആൾക്കാർ കരകരപ്രിയ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് ഇപ്പൊ എന്താണ് ഗജദേവയാനിയിലെ ഭൈരവി കരകരപ്രിയാക്കി വല്ലഭ മുല്ല സരോപമ, അത് പഴയ ടെക്സ്റ്റിലൊന്നും കരകരപ്രിയ അല്ല, അല്ലല്ല. ഗംഗാരട്ടനും അല്ല, അതിന് കരകരപ്രിയ അതിനുശേഷം ധാരാളം പേര് പാടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഈ ഒരു നാരിമൗലി ആയിടുന്ന ഒരു കഷ്ണം, അത് എങ്ങനെ കരകരപ്രിയായിട്ട് ആ ഒരു കഷ്ണം മാത്രം, അത് മതി ആ പദത്തിന്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ വെങ്കടകൃഷ്ണ ഭാഗവതരാണ് എന്നറിയാതെ ഇന്നിപ്പോൾ രാഗമാറ്റം ഒരു വലിയൊരു കാര്യമല്ല. ആ രാഗത്തിലുള്ള 2 കീർത്തനം വെച്ച് അതിൻ്റെ ഈ അക്ഷരങ്ങൾ കഥകളിപ്പതാക്കി മാറ്റിയാൽ രാഗമാറ്റാവില്ല, ഇല്ലെന്നല്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാതെയായി മാറിയിട്ടുണ്ട് ഇന്ന്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഉദ്ദേശിക്കുന്ന അനുഭവം കിട്ടുന്നുണ്ടോ, അത് ഇവരെ സംബന്ധിച്ച് പ്രശ്നമല്ലാത്ത ഒരു അതിൻ്റെ ഗൗരവം കിട്ടുന്നില്ല. അല്ലെങ്കിൽ അത് ഞാൻ പറയില്ല, ഗൗരവം കിട്ടുന്നില്ല എന്ന് പറയാനുള്ള അത് എന്തോ. ഇപ്പോൾ ആരോ ചോദിച്ചു, കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയുള്ള കൊട്ട് ആർക്കെങ്കിലും അതേമാതിരി കൊട്ടാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് മിക്കവാറും എല്ലാവരും ധരിച്ചിട്ടുള്ളത്. അല്ല എന്ന് ഞാൻ പറയാം. അത് കൽക്കത്ത കേശവൻ എന്ന് പറഞ്ഞ ആലിപ്പറമ്പ് ശിവരാമപാള കൃഷ്ണപാളെ അനിയൻ കേശപ്പുതാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ട് ഞാൻ കണ്ടു 2 പ്രാവശ്യം. കൃഷ്ണൻകുട്ടി പുതുവാള എന്ന് പറഞ്ഞൊരാളുടെ കൊട്ട് അത് അതേമാതിരി തന്നെ കിടക്കണം. അത് അദ്ദേഹം എന്ന് വെച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം വേറെ അധികമൊന്നും പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മുഴുവൻ അപ്പോൾ എന്നിട്ട് ഞാൻ മന്നാഴച്ചനോട് ചോദിച്ചു, ഈ ആലിപ്പറമ്പ് കേശപ്പാള എൻ്റെ സീനിയറാണോ, അദ്ദേഹം പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തിനെ ഞാൻ പോണ്ടു. അന്ന് പത്തിരിപ്പാല ഹൈസ്കൂളിൽ കഥ എന്തായാലും ഇത്രയധികം പഴയ കാര്യങ്ങളും എന്താ പറയണ്ടേ ഓർമ്മിക്കത്തക്ക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, വാസുവേട്ടൻ്റെ സിനിമയുടെ മേഖലയിലെ ഛായാഗ്രഹണം, അങ്ങനെ വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പുത്രനാണ് വാസുവേട്ടനുള്ളത്. അതുപോലെ കനക ചേച്ചിയാണെങ്കിലും വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യം. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. കാരണം ചെണ്ട അല്ലെങ്കിലും കഥകളി അല്ലെങ്കിലും ഇതിന് സമാനമായ അല്ലെങ്കിൽ സമാന്തരമായ വേറൊരു മേഖലയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഈ ഛായാഗ്രഹണത്തിൻ്റെ മേഖലയിൽ ധാരാളം അവാർഡുകളൊക്കെ വാങ്ങി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം. 2 ആൺകുട്ടികളുണ്ടായിരുന്നു അറിയാം. അതെ അതെ അതെ. രണ്ടാമത്തെ ആള് ഇപ്പോൾ ഇല്ല. അതെ. ഈ 2 കുട്ടികളെയും ഒരേമാതിരി തന്നെ തിരുവനന്തപുരത്ത് എൻ്റെ നാട്ടിലാണ് പ്രസവിച്ചതൊക്കെ. അതിന് കൊണ്ടുപോയി ചെണ്ട കൊട്ട് പഠിപ്പിക്കാൻ അവിടെ സ്കൂളിൽ ഈ കൊല്ലം ഇതിനൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനും എൻ്റെ മകനെ അയക്കില്ല ഞാൻ. നിവൃത്തിയില്ലാതെ അവസാനം ഒരു കഷ്ണം കേളിയുടെ എന്തിൻ്റെ മുഖം ഒരു കൊട്ട് അവസാനം തായമ്പേട്ടന് വേറെ 1-2 പേര് വീട്ടിൽ വരും, ശനി ഞായറും 2 നമ്പൂരി കുട്ടികൾ. അവർ വന്ന് അപ്പം മോന് താരം പിടിച്ചു കൊടുക്കാം. അന്ന് 8ലും 9ലും പഠിക്കുന്നതാണ് നമ്മളെ കാഞ്ഞങ്ങാട് രാധാകൃഷ്ണൻ. അത് എൻ്റെ വീട്ടിലാണല്ലോ താമസം. അപ്പോൾ അയാൾ ഇതിനൊക്കെ അപ്പോൾ ഇങ്ങനെ 2 ആൺകുട്ടികളും കൂടെ ഇന്ന് ഇതുണ്ട്. ഇവൻ അധികം നേരം നിൽക്കില്ല, കുറച്ച് നേരം ഞാൻ നിർബന്ധിക്കില്ല. എന്താ വെച്ചാൽ അവൻ അതിലേക്ക് വലിയ ഉത്സാഹം വന്നു. പഠിപ്പ് ലേശം പിന്നാക്കം വന്നു. ഞാൻ പറയാം, അച്ഛാ നീ ഒരു കടലാസ് വാങ്ങി SSLC അപ്പം അത് കഴിഞ്ഞിട്ട് അച്ഛൻ നന്നായിട്ട് പഠിപ്പിച്ചു തരാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ
സാരമില്ല, കുഴപ്പമില്ല. അങ്ങനെ താളമുണ്ട്, കൊട്ടുമുണ്ട്, സാധകം കുറച്ച് കുറയും. അതൊക്കെ ഒപ്പിക്കും. അപ്പോൾ നാളെ കുറച്ച് ദിവസം മുമ്പും കൂടി അവൻ്റെ ഫ്ലാറ്റിലുണ്ട് ട്രിപ്പിൾ ഡ്രം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. അത് ഞാനും അവനും കൂടി തിമല കൊട്ടണമാർ അസാധ്യമായിട്ട് വെറുതെയൊക്കെ വരും. അപ്പം അതങ്ങനെ കൊട്ടി ശീലമുണ്ട് നമുക്കിപ്പോൾ. അല്ല, കല എന്ന് പറയുമ്പോൾ കൊട്ട് മാത്രമല്ലല്ലോ, എല്ലാം കലകൾ തന്നെയാണ്. അവൻ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് കുറേശ്ശെ ഈ നാടകം എഴുതും. സൈഡ് കർട്ടൻ്റെ പിന്നിൽ അതിന് നാടകം എഴുതും, കഥ എഴുതും, ഞാൻ കവിത എഴുതിയിരുന്ന കഥയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവനും എന്നോട് പറയാതൊന്നും ചെയ്യാതെ കുറേശ്ശെ എഴുതുന്നുണ്ട്. കയ്യക്ഷരവും വലിയ മോശമില്ല, അങ്ങനെ ഒരു ഇതിലിങ്ങനെ. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ ഉന്താനോ പിടിക്കാനോ പോകല്ല. കാണട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ നാണവും പിടിക്കുന്നത്, നീ നന്നായിട്ട് പഠിച്ചാൽ മതി, അങ്ങനെയൊക്കെ ഒരു ഇതിൽ. അപ്പോൾ അവന് അങ്ങനെ ചിത്രം വരയ്ക്കും. സൈഡ് കർട്ടൻ അതിൽ അങ്ങനെയുള്ള അങ്ങനെ ഇതിൽ നാടകത്തിൻ്റെ ഇതിൽ പോയി. പിന്നെ കോളേജ് പഠിത്തം അതിനൊരു അത് എവിടെ എത്തില്ല. അതിനിടയ്ക്ക് ഈ ക്യാമറയിൽ ചെന്ന് പെട്ടു. സീരിയലിൽ ഇതിലൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് 5 പൈസ ചോദിക്കില്ല. അവസാനം എന്തെങ്കിലും ചോദിക്കാണ്ട് വരും. എന്താ നിനക്ക് വേണ്ടതാ ആ കടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ മാത്രമല്ല, എൻ്റെ കൂടെ എത്ര പേര് വന്നാലും ഭക്ഷണം കഴിക്കാൻ വിടുന്നുണ്ട്. ഇത് ഒറ്റ പ്രാവശ്യം മാത്രം സ്കൂളിൽ വന്ന് 5:30 മണി കഴിഞ്ഞിരിക്കും. അച്ചായന് 300 റുപ്യ വേണം. ഒരു 3 പേരുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു 300 പെട്ടെന്ന് ഒരു ഹെഡ് മാഷ് പോയിട്ടില്ല. ഞാൻ എൻ്റെ പോക്കറ്റിൽ സാറ് ഒരു 300 രൂപ തരണം എടുത്തു തന്നു. ഇനി ഇടയ്ക്ക് നാളെ മറ്റന്നാളോ ഞാൻ വരാം അച്ഛൻ്റെ അടുത്തേക്ക്. അങ്ങനെ സ്വന്തമായി. അല്ല, അത് ഇത് ഈ കഥകളി പോലെയുള്ള കലാരൂപങ്ങൾ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മൾ വൃത്തിയായിട്ട് പ്രവൃത്തിയെടുത്താൽ നമുക്ക് പ്രോഗ്രാം കിട്ടുന്നൊരവസ്ഥയാണ് ഉള്ളത്. പൊതുവെ നന്നായിട്ട് പ്രവൃത്തിയെടുക്കും. നേരെ മറിച്ച് സിനിമ അത്തരം മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഒരാൾ ചെയ്താൽ രണ്ടാമത് ചെയ്താൽ അത് നന്നല്ല, മൂന്നാമത് ചെയ്താൽ അത്രയും നന്നല്ല. അപ്പം ഓരോ സിനിമകളും അതിൻ്റേതായിട്ടുള്ള പുതുതായതല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം സ്വീകരിക്കാൻ തയ്യാറല്ല. കഥകളിയെ സംബന്ധിച്ചിടത്തോളം പുതുതായതാണെങ്കിൽ ആരും സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ 2 കലാരൂപങ്ങൾക്കും അത്തരം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്കുകളും അതിൻ്റേതായിട്ടുള്ള പ്രാരാബ്ധങ്ങളും അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷൻസും. കുറച്ച് ദിവസം മുമ്പ് കാലിൽ ഈ വെരിക്കോസ് വെയിനും ഈ എത്രയോ കിലോ ഭാരമുണ്ട് അത്ര. ഇത് താങ്ങിയിട്ടാണ് ഇങ്ങനെ നടക്കണം. പുറകോട്ടോ മുമ്പോട്ടോ ഇത് നടക്ക്. അപ്പോൾ ഇവിടെ ഈ ട്രോളി ഷോട്ടൊക്കെ അത് അപൂർവം. അതിന് ഇവനാണെങ്കിൽ ഒറിജിനാലിറ്റി വേണമെന്നുള്ള. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കേട്ടത്. എറണാകുളത്തൊക്കെ ചെന്നപ്പോൾ ഇന്ത്യയിലെ ലീഡിങ് ക്യാമറമാൻ 5 പേരിൽ ഒരാൾ ഇവനാണ് അത്ര. നമുക്ക് കുറേയൊക്കെ അറിയാം. കാരണം ആ മേഖലയിൽ നമ്മൾ ധാരാളം ആ മേഖലയിൽ വ്യാപരിക്കുന്ന ആളല്ലെങ്കിലും 2-3 വർഷം മുമ്പ് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായല്ലോ. എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അല്ല, അതിന് ഈ പറഞ്ഞ മാതിരി വളരെ ഈ മൂപ്പ് കുറഞ്ഞ വിത്ത്, മൂപ്പ് കൂടിയ വിത്ത് പറഞ്ഞ മാതിരി വളരെ പതുക്കെ റിസൾട്ട് തരുന്ന ഒരു മേഖലയാണത്. കാരണം അത്രയധികം കോമ്പറ്റീഷനുള്ളൊരു മേഖലയാണ്. അപ്പോൾ അത് ഇപ്പം മൃണാൾ സെനോ അല്ലെങ്കിൽ സത്യജിത്രയോ അവരൊക്കെ എത്ര കാലം ചെയ്തിട്ടാണ് ഒരു പഥേർ പാഞ്ചാലി ഉണ്ടായിട്ട് അവർക്ക് അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് മറ്റുള്ള പല കലാമേഖലകളും അങ്ങനെയല്ല. അങ്ങനെ ചില റിസ്കുകളും അങ്ങനെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതെ. പിന്നെ കനക ചേച്ചിയുടെ എന്താ പറയുക, കനക ചേച്ചിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും രാമേന്ദ്രൻ ഞങ്ങൾ കാണാൻ വന്നതും ബാലകൃഷ്ണനും ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡ് ഹയറും ഹൈ സ്പീഡും എല്ലാം കഴിഞ്ഞ ആ സമയത്ത് മറ്റാണ്. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ ക്ലാസ്മേറ്റാണ് എന്നുള്ളത്
അതിൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ അത് വെറുതെയാണ്. അല്ല, ഞാൻ സദനത്തിലല്ലേ, ഈ സദനത്തിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് ആണ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം വാടകയ്ക്ക് താമസിക്കേണ്ടത്. ഞങ്ങളെ വീട്ടിൽ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പോൾ ആ വീട്ടിൽ വെച്ചാണ് കുട്ടി അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോയി. എന്താ പരിപാടി ഇതൊക്കെ കഴിഞ്ഞാൽ ആരെങ്കിലും അല്ല, നളചരിത്രത്തിലത്തെ പദല്ലേ, നാണം കൊണ്ട് ഇനി ഏതും മറക്കരുത്. അതെ. അല്ല അന്ന് അല്ലാത്ത വല്ലാത്തൊരു 18 വയസ്സും 3 മാസം മറ്റേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് നമ്മളെ ഇടപെടൽ. എന്തായാലും ഈ പറഞ്ഞ മാതിരി എനിക്ക് വേറെന്തെങ്കിലും ഒരു അഫയറോ വേറെന്തോ ഞങ്ങളിതിങ്ങനെ കഷ്ടമാണെങ്കിൽ കഷ്ടം, നഷ്ടമാണെങ്കിൽ നഷ്ടം, ആ ഒരു രീതിയിലാണ് അന്ന് മുതലേക്ക് ഇന്ന് വരെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കനകശേഷി വാസുവേട്ടനെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് ഭദ്രമായി ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടാണ് അതെ എനിക്ക് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. എനിക്ക് മറ്റ് ഒന്നും അറിയണ്ട. അതെ അതെ. അവിടെ ഇടയ്ക്ക് എന്നെ എടുത്ത് തോന്നു കേട്ടോ, എന്ത് അല്ല അത് കഴിഞ്ഞു. അത് ശരി, ഇപ്പോഴാണ് ചോദിക്കണം. അവിടെ കരുതിയിട്ടുണ്ടാവും. ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. അതാ ഈ എന്താണ് ഇൻഹേലർ, ഈ ശ്വാസത്തിന് ഇതുള്ള ഇൻഹേലറാണ്. ഇപ്പം അത് ഞാൻ നോക്കുമ്പോൾ അതിൽ ആ ചുവന്ന ലൈൻ കണ്ടു. അപ്പോൾ അതിൽ കഴിഞ്ഞിരിക്കണമെന്ന് അർത്ഥം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമോ? ഇപ്പോഴാ ഓർമ്മ വരണ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? രാത്രി ആയില്ലേ, നാളെ പീടിയൊന്നും തുറക്കുന്നുണ്ടാവില്ല, ഞായറാഴ്ച അല്ലേ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. എന്താ ഇപ്പം ഞാനിങ്ങനെ മുഖത്തേക്ക് നല്ലോണം നോക്കി. അപ്പോൾ കയ്യിൽ പിന്നൽ പിടിച്ചിരിക്കുന്ന സാധനം കഴിഞ്ഞു പോയതായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. പുതുത് കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ടാണ് ഈ ഡയലോഗൊക്കെ. അപ്പോൾ എനിക്കുള്ള ഒരു ധൈര്യം അതാ. ഒരു കനക ചേച്ചിയുടെ മൂത്ത മകനാണ് വാസുവേട്ടനെ, അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. അല്ല, കൊഞ്ചരവിള അവിടെ താമസിക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു ആറ്റിലേക്ക് കുളിക്കാൻ പോയപ്പോൾ ശനിയും ഞായറും. അപ്പോൾ തുണി തിരുമ്പലും മറ്റ് വാഷിംഗ് മെഷീനൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് 2 പേരെയും നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകാം. 2 പേരും എൻ്റെ കഴുത്തിൽ പിടിച്ച അച്ഛ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ കുറച്ചൊക്കെ നീന്തിയായിരുന്നു. നമുക്ക് നീന്തൽ വിട്ടിട്ടുള്ള കാര്യമില്ല, നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ അങ്ങനെ. ഏതായാലും ഈ കഥകളിയെക്കുറിച്ചും കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നമുക്ക് കിട്ടാത്ത കുറേ ഡാറ്റകൾ വാസുവേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് വരും തലമുറയ്ക്ക് വലിയ ഉപയോഗപ്രദമാകും എന്ന് നമുക്കറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി വാസുവേട്ടനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് സന്തോഷം. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം.